Good morning, all. Wait ചെയ്യാം. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത് വായിച്ചു നോക്കിയായിരുന്നോ? വായിച്ചു നോക്കിയായിരുന്നോ? നമ്മൾ കഴിഞ്ഞ ദിവസം എടുത്തത് എവിടെ വരെയാണോ? വേണ്ട, എംപ്ലോയി സെക്യൂരിറ്റിയുടെ പോയിന്റ്സ് അല്ലേ ഡിസ്കസ് ചെയ്തത്? അതല്ലേ ഡിസ്കസ് ചെയ്തോണ്ടിരുന്നേ? ോ ആരെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്യാം. ശരിയാണോ? എംപ്ലോയി സെക്യൂരിറ്റിയുടെ പോയിന്റ്സ്. ഇപ്പോ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. നിങ്ങൾ വായിച്ചു നോക്കാനായിട്ട് ശ്രമിക്കാമല്ലോ ക്ലാസ് എടുത്ത് കഴിയുമ്പോൾ. അപ്പൊ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാനൊക്കെ സാധിക്കും. അപ്പൊ എംപ്ലോയി സെക്യൂരിറ്റിയുടെ പോയിന്റ്സിൽ നമ്മൾ പറഞ്ഞ പല ആക്ടുകൾ ഉണ്ടെന്ന് പറഞ്ഞു. ആ ആക്ടിന്റെ കീഴിലുള്ള നിയമങ്ങൾക്ക് അധിഷ്ഠിതമായിട്ടായിരിക്കും ഓരോ എംപ്ലോയീസിനും അത് അർഹതപ്പെട്ട കാര്യങ്ങളൊക്കെ നേടിയെടുക്കാനായിട്ട് സാധിക്കും. കാരണം നമുക്കറിയാം നിയമത്തിന്റെ പ്രാബല്യത്തോട് കൂടിയിട്ട് കാര്യങ്ങൾ നേടാനായിട്ട് സാധിക്കും അല്ലെ. ഇനി അതുമായി ബന്ധപ്പെട്ട് തൊഴിലിടങ്ങളിൽ സേഫ്റ്റി സെക്യൂരിറ്റി എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം ഒരു എംപ്ലോയിയുടെ സെക്യൂരിറ്റി എന്ന് പറയുമ്പോൾ തൊഴിൽ നഷ്ടപ്പെട്ടാലും അവർക്ക് ഉപജീവനത്തിന് വകുപ്പുണ്ടാവും അല്ലെ. നമ്മളിപ്പോ ഒരു തൊഴിലാശ്രിതരായിട്ട് കഴിയുന്നവരായിരിക്കും ചിലപ്പോൾ പക്ഷേ ഒരു കുടുംബം തന്നെ അവരുടെ ആ ജോലിയുടെ ബേസിലായിരിക്കും മുന്നോട്ട് പോകുന്നത്. അപ്പൊ ഇൻ കേസ് ആ ജോലി നഷ്ടപ്പെട്ട് പോകാൻ സാധ്യതയുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇൻ കേസ് എങ്ങനെയെങ്കിലും തിരിച്ചു വിട്ടു കഴിഞ്ഞാൽ അവിടെയുള്ള ആശ്രിതർക്കും അല്ലെ മുന്നോട്ട് പോകാനായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടതായിട്ട്. അപ്പൊ തീർച്ചയായിട്ടും ചില കുറച്ചെങ്കിലും അവർക്ക് ബെനിഫിഷ്യൽ ആയിട്ടുള്ള പാക്കേജുകൾ ലഭ്യമാക്കിയതിനു ശേഷം മാത്രമാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അറേഞ്ച് ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ അതുമായി ബന്ധപ്പെട്ടുള്ള ലേ ഓഫ് കോമ്പൻസേഷനും റിട്രെഞ്ച്മെന്റ് കോമ്പൻസേഷനെ കുറിച്ചിട്ടാണ് ഇനി നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, നോക്കാം. കണ്ടിന്യൂ ചെയ്യാലോ?
Lay off compensation എന്ന് പറയുമ്പോൾ there are instances when management is caused by a circumstance to lay off an employee. In instance of a layoff, employees are entitled to a layoff compensation at the rate of 50% of the total basic wages and TNS allowance for the period of their layoff, excluding the number of weekly holidays in that period. അതായത് ഇവിടെ എടുത്തു പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് എങ്ങാനും ഇൻ കേസ് പിരിച്ചുവിടുകയാണെങ്കിൽ തൊഴിലാളികളെ പിരിച്ചുവിടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് പെട്ടെന്ന് തന്നെ അവരുടെ സാലറി നഷ്ടപ്പെടുകയാണ് അല്ലെ. മിനിമം ഒരു ചെറിയ വേജസ് എങ്കിലും അവർക്ക് വേണ്ടി കരുതലായിട്ട് വെക്കാം. അതായത് ഇൻ കേസ് അവരുടെ ബേസിക് വേജസിന്റെ ഒരു 50% എങ്കിലും അല്ലെ അവിടെ തീർച്ചയായിട്ടും നമ്മൾ പറയുന്നുണ്ട് പേയ്മെന്റ് ഓഫ് ലേ ഓഫ് കോമ്പൻസേഷൻ ഈസ് യൂഷ്വലി പെയ്ഡ് അപ് ടു 45 days ഇൻ എ ഇയർ. ഒരു വർഷത്തില് 45 ദിവസത്തെ എങ്കിലും ഇത്തരത്തിലുള്ള എമൗണ്ട്, അതായത് ഇത്തരത്തിലുള്ള എമൗണ്ട് എന്താ പറയുന്നത് അവരുടെ ബേസിക് സാലറിയുടെ ബേസിക് ആയിട്ടുള്ള വേജസിന്റെ DNS അലവൻസിന്റെ 50% അല്ലെ അതൊരു 45 ഡേയ്സിന്റെ എങ്കിലും ഒരു വർഷത്തിൽ ഒരു 45 ഡേയ്സിന്റെ എങ്കിലും അത് 50% അവരുടെ ബേസിക് സാലറിയുടെയും DNS അലവൻസിന്റെയും 50% ആയിട്ടുള്ള ആ എമൗണ്ട് അത് എത്രയാണോ അത്രയും എമൗണ്ട് അവർക്ക് എന്തെങ്കിലും ഒരു കോമ്പൻസേഷൻ ആയിട്ട് കൊടുക്കേണ്ടതാണ്. തീർച്ചയായിട്ടും അവരെ പിരിച്ചുവിടുന്നത് വെറും കൈയോടെ അവരെ പിരിച്ചുവിടരുത്. ഇൻ കേസ് അവർക്ക് ഭാവിയിൽ അല്ലെ കുറച്ച് എന്താ പറയുന്നത് അവർക്ക് കണ്ടിന്യൂവേഷൻ അല്ലെ അവരുടെ ഉപജീവന മാർഗമായതുകൊണ്ട് തന്നെ കുറച്ചും കൂടിയും അവർക്ക് എന്തെങ്കിലും കോമ്പൻസേഷൻ കൊണ്ട് കൊടുത്തുകൊണ്ട് വേണം അവരെ പിരിച്ചുവിടാനായിട്ട്. അപ്പൊ ആ കോമ്പൻസേഷന്റെ എമൗണ്ട് ആണ് പറയുന്നത് എന്താണ് ഈ വീക്കിലി ഹോളിഡേയ്സ് എല്ലാം കളഞ്ഞിട്ടുള്ള ഡേയ്സിന്റെ ആ ഒരു വേജസ്. ഇൻ കേസ് ആ വേജസിന്റെ അല്ലെങ്കിൽ DNS അലവൻസിന്റെ ഒരു 50% ഭാഗമാണ് അവർക്ക് കോമ്പൻസേഷൻ ആയിട്ട് കൊടുക്കാൻ പറയുന്നത്. 45 ഡേയ്സിന് ഒരു വർഷത്തിലെ 45 ദിവസത്തെ ഇത്തരത്തിലുള്ള വേതനം അവർക്ക് ലഭ്യമാക്കി കൊടുക്കണമെന്നാണ് ഇവിടെ എടുത്തു പറയുന്നത്. ഓക്കെ, ലേ ഓഫ് കോമ്പൻസേഷൻ എന്താന്നുള്ളത് ക്ലിയർ ആയോ? ഓക്കെയാണോ? ഓക്കെയാണോ? ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് റിട്രെൻച്ച്മെന്റ് ബെനിഫിറ്റ് ആണ്. അതും ഇതേമാതിരി തന്നെ ഉള്ള ഒരു കാര്യമാണ്. നിങ്ങൾ റെസ്പോണ്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വീണ്ടും പറയേണ്ടതുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് കണ്ടിന്യൂ ചെയ്ത് പോവാം. എന്താണ് ചിലവ് വെട്ടിക്കുറയ്ക്കുന്നതിന്റെ ഭാഗമായിട്ട് അല്ലെ റിട്രെൻച്ച്മെന്റ് കോമ്പൻസേഷൻ നമുക്ക് നോക്കാം. ഇപ്പൊ ചിലപ്പോഴൊക്കെ ഒരു എംപ്ലോയി തന്നെ അല്ലെ എംപ്ലോയർ തൊഴിലുടമ തന്നെ ചിലപ്പോൾ വേണമെങ്കിൽ എംപ്ലോയീസിനെ കുറച്ച് പിരിച്ചുവിടാൻ സാധ്യതയുണ്ട്. ഇൻ കേസ് സീസണലായിട്ടുള്ള ഒരു ജോലിയൊക്കെ ആണെങ്കിൽ അല്ലെ അവിടെ സീസൺ കഴിഞ്ഞ് കഴിയുമ്പോൾ അവർക്ക് ജോലി സാധ്യത കുറവായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ടൈമുകളിൽ കുറച്ച് എന്താണ് പേര് പിരിച്ചുവിടേണ്ടതായിട്ട് വരും. അപ്പൊ ആ ടൈമിൽ നമുക്കറിയാം അവിടെ ഇപ്പൊ ഒരു 6 month ഡ്യൂട്ടി ഉണ്ടെങ്കിൽ ബാക്കി 6 month എന്താണ് അവർക്ക് ഡ്യൂട്ടി ഇല്ലാത്ത ടൈമാണ്. അപ്പൊ അവർക്ക് പക്ഷെ ആ ടൈമിലും ജീവിച്ചു പോകണം അല്ലെ. അപ്പൊ എന്തെങ്കിലും ഒരു കോമ്പൻസേഷൻ ഉണ്ടെങ്കിലാണ് അവർക്ക് ജീവിച്ചു പോകാനായിട്ടുള്ള ഒരു കരുതൽ ഉണ്ടാവുള്ളൂ അല്ലെ. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് വരികയാണെങ്കിൽ ഇറ്റ് ഈസ് മാൻഡേറ്ററി ഫോർ നോൺ സീസണൽ ഇൻഡസ്ട്രിയൽ എസ്റ്റാബ്ലിഷ്മെന്റ് എംപ്ലോയിങ് 50 or ഇൻ കേസ് ലേ ഓഫിലൊക്കെ അത്തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കുന്നതോടൊപ്പം തന്നെ ഇത്തരത്തില് അല്ലെ ഇങ്ങനെ പിരിച്ചുവിടുന്ന എംപ്ലോയീസ് ആണെങ്കിൽ ഒരു 50 or more workers to give 1 month notice or 1 month wages to all the workers who are retrenched after 1 year of continuous service. ഓക്കെ, 50 കൂടുതൽ വർക്കേഴ്സ് ഉള്ള ഒരു സ്ഥാപനത്തിൽ നിന്ന് ഒരു വ്യക്തി ഇങ്ങനെ പിരിച്ചുവിടുകയാണെങ്കിൽ അല്ലെ അവിടെ ഒരു വർഷമെങ്കിലും അവിടെ ആ ഒരു എംപ്ലോയിയുടെ കീഴിൽ കൃത്യമായിട്ട് ഡ്യൂട്ടി ചെയ്തിട്ട് പിരിച്ചുവിടുകയാണെങ്കിൽ അത്തരത്തിലുള്ള വ്യക്തികൾക്കും അവരുടെ കോമ്പൻസേഷൻ അർഹതയുണ്ടെന്നാണ് പറയുന്നത്. ദിസ് കോമ്പൻസേഷൻ ഈസ് പെയ്ഡ് അറ്റ് എ റേറ്റ് ഓഫ് 15 days വേജസ് ഫോർ എവറി കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ്. അപ്പൊ ഇങ്ങനെ പിരിച്ചുവിടുന്ന വ്യക്തികളാണ് എങ്കിൽ ഓരോ വർഷത്തിലും അല്ലെ ഓരോ വർഷത്തിലും അവരെ പിരിച്ചു എത്ര ചിലപ്പോൾ 2-3 വർഷം നിന്നിട്ടായിരിക്കും ഇവരെ പിരിച്ചുവിടാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അവര് ഓരോ വർഷം നിന്നതില് 15 ദിവസത്തെങ്കിലും വേജസ് അവർക്ക് കോമ്പൻസേഷൻ ആയിട്ട് കൊടുക്കും. എത്ര വർഷമാണ് അവർ കണ്ടിന്യൂസ് ആയിട്ട് ഈ എംപ്ലോയറുടെ കീഴിൽ തുടർച്ചയായിട്ട് നിന്നത് അത്രയും വർഷത്തിന്റെ ഓരോ വർഷത്തിലെയും 50 days വേജസ് ആണ് ഇവർക്ക് കോമ്പൻസേഷൻ ആയിട്ട് കൊടുത്തു വിടുന്നത്. ഇത് മാക്സിമം 45 days വേജസ് ഇൻ എ ഇയർ. ഓക്കെ, നമുക്കറിയാം അവിടെ ഒരു 45 ദിവസമാണ് മാക്സിമം ഡേയ്സ് ഇവര് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അതിൽ കൂടുതൽ കോമ്പൻസേഷൻ ഇങ്ങനെ പിരിച്ചുവിടുമ്പോൾ കൊടുക്കേണ്ടതില്ല. പക്ഷെ മിനിമം ഒരു വർഷമാണെങ്കിൽ നമുക്കറിയാം ഒരു 15 days കോമ്പൻസേഷൻ എങ്കിലും കൊടുക്കേണ്ടത് മസ്റ്റുമാണ്. ഓക്കെ, അതൊരു മാൻഡേറ്ററി ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്.
workers are entitled for compensation even in case of a closing down of an organization. In case our organization അടച്ചു പൂട്ടുകയാണെങ്കിൽ പോലും ഇത്തരത്തിലുള്ള കോമ്പൻസേഷൻ അവിടെയുള്ള എംപ്ലോയീസ് അർഹതപ്പെട്ടതാണ് എന്നുള്ളതാണ് എടുത്തു പറയുന്നത്. ഓക്കെ, ഒരു ജോലിയിൽ നിന്ന് പെട്ടെന്ന് പിരിച്ചുവിടുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ബുദ്ധിമുട്ട് തരണം ചെയ്യാനായിട്ട് ഇത്തരത്തിലുള്ള ഒരു കോമ്പൻസേഷൻ അറേഞ്ച്മെന്റ്സ് അവിടെ നടപ്പാക്കുന്നുണ്ട്. ലേ ഓഫ് ആണെങ്കിലും അതേമാതിരി തന്നെ റിട്രെഞ്ച്മെന്റ് കോമ്പൻസേഷൻ ആണെങ്കിലും അവരെ പിരിച്ചുവിടുന്ന ടൈമിലെല്ലാം തന്നെ ഇത്തരത്തില് അല്ലെ എത്ര നാളാണ് അവരുടെ ഒപ്പം വർക്ക് ചെയ്തത് ആ വർക്ക് ചെയ്ത ഇയേഴ്സിന്റെ ബേസിൽ ഇത്തരം ഡേയ്സിന്റെ അല്ലെ ഒരു വർഷത്തിലെ 15 ഡേയ്സിന്റെ വേജസ് എങ്കിലും അവർക്ക് കോമ്പൻസേഷൻ ആയിട്ട് കൊടുത്തു വിടണം എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഇൻ കേസ് ഒരു ഓർഗനൈസേഷൻ അടച്ചു പൂട്ടുകയാണെങ്കിൽ പോലും ഈ ഒരു കോമ്പൻസേഷന് അവിടെയുള്ള എംപ്ലോയീസ് അർഹതപ്പെട്ടതാണെന്ന് എടുത്തു പറയുന്നു. പ്രത്യേകിച്ച് പറയുന്നുണ്ട് ഒരു 50-ൽ കൂടുതൽ വർക്കേഴ്സ് ഉള്ള ഒരു സ്ഥാപനമാണെങ്കിൽ അത് മാൻഡേറ്ററി ആണ്, അതായത് മസ്റ്റ് ആയിട്ടും അവർക്ക് കൊടുക്കേണ്ട അർഹതപ്പെട്ട ഒരു കോമ്പൻസേഷൻ ആണെന്ന് എടുത്തു പറയുന്നു. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ണോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, ക്ലിയർ ആണ്. ഓക്കെ, ഇതിനെപ്പോലെ കോമ്പൻസേഷനും റിട്രെഞ്ച്മെന്റ് കോമ്പൻസേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അവിടെ ജോലിയുടെ സുരക്ഷിത ഉറപ്പാക്കുന്ന കാര്യമാണ്. ജോലിക്ക് പെട്ടെന്ന് തന്നെ ജോലി നഷ്ടപ്പെടുമ്പോഴുണ്ടാകുന്ന ആ ഒരു പ്രോബ്ലംസിനെ തരണം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് സേഫ്റ്റി ആൻഡ് ഹെൽത്ത് പ്രൊവിഷൻസ് ആണ്. അപ്പൊ ഇതിൽ തന്നെ നമ്മൾ കണ്ടത് എന്താണ്? എംപ്ലോയീസ് സെക്യൂരിറ്റി കണ്ടു, പേയ്മെന്റ് ഫോർ ടൈം നോട്ട് വർക്കിംഗ്. അപ്പൊ അത് നമ്മൾ കണ്ടു. ഹോളിഡേ പെയ്ഡ്, ഹോളിഡേസും ഷിഫ്റ്റ് പ്രീമിയം ഒക്കെ ആയിട്ട് നമ്മൾ കണ്ടു അല്ലെ. അവര് അധികമായിട്ട് എന്തെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് അർഹതപ്പെട്ട കൂലികളെ കുറിച്ചിട്ട് നമ്മൾ ഇൻ കേസ് ഹോളിഡേസ് ഒക്കെ വർക്ക് ചെയ്താൽ വെറുതെ ആവരുത്, അവർക്ക് ആവശ്യമായിട്ടുള്ള എമൗണ്ട്സ് അല്ലെ പേയ്മെന്റ്സുകൾ കൊടുക്കണമെന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ എംപ്ലോയി സെക്യൂരിറ്റി കണ്ടു, അതായത് മിനിമം വേജസ് ആക്ട്, പേയ്മെന്റ് ബോണസ് ആക്ട് അല്ലെ, ബോണസ് കിട്ടാനും മിനിമം അവർക്ക് വേജസ് കിട്ടാനും ഇൻ കേസ് എന്താണ് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ തർക്കപരിഹാര കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ആക്ടിന്റെ കീഴിലുള്ള നിയമങ്ങളൊക്കെ ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നു. ദെൻ അതേ മാത്രമല്ല ഇൻ കേസ് എംപ്ലോയീസിനെ പിരിച്ചുവിടുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള കോമ്പൻസേഷൻ നമ്മൾ കവർ ചെയ്യും. അപ്പോ ഇതില് 45 ഡേയ്സ് ഒക്കെ ഒരു ഇച്ചിരി പ്രധാനപ്പെട്ടതാണ് അല്ലെ. ലേ ഓഫ് കോമ്പൻസേഷൻ യൂഷ്വലി പെയ്ഡ് അപ് ടു എവിടം വരെയാണ് എന്നുള്ളതൊക്കെ ചിലപ്പോൾ ചോദിച്ചു കാണാറുണ്ട്. അപ്പൊ നിങ്ങൾ മസ്റ്റായിട്ട് നോട്ട് ചെയ്തേക്കുക. 45 ഡേയ്സ് ഇൻ എ ഇയർ, ഒരു വർഷത്തിൽ 45 ദിവസമെങ്കിലും ലേ ഓഫ് കോമ്പൻസേഷൻ അല്ലെ മാക്സിമം അർഹതയുള്ളതാണ്. ഇതിലെ കോമ്പൻസേഷൻ ഏതൊക്കെ തരത്തിലുണ്ടാകും എന്നുള്ള കാര്യം ഓർത്ത് വയ്ക്കുക. എന്താണ് ഇവിടെ പറഞ്ഞ മാത്രം കോമ്പൻസേഷൻ 2 തരത്തിലുണ്ട്, ലേ ഓഫ് കോമ്പൻസേഷൻ, റിട്രെഞ്ച്മെന്റ് കോമ്പൻസേഷൻ നമ്മൾ ഓർത്ത് വയ്ക്കുക. എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് കാണാറുള്ളത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു ഇതിന്റെ ഇയേഴ്സ് പ്രധാനപ്പെട്ടതാണ്. ആ ഇയറുകളെല്ലാം തന്നെ മസ്റ്റ് ആയിട്ട് ബൈഹാർട്ട് ചെയ്ത് വെക്കുക. ഈ ഭാഗത്ത് നിന്ന് ഏതെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻ കാണാറുണ്ട്. അപ്പോ ഇനി നമുക്ക് നെക്സ്റ്റ് ഭാഗത്തേക്ക് പോകാം. സേഫ്റ്റി ആൻഡ് ഹെൽത്ത് പ്രൊവിഷൻസ്. നമുക്ക് നോക്കുകയാണെങ്കിൽ തൊഴിലിടത്ത് തൊഴിലാളികൾ സുരക്ഷിതമായിരിക്കണം അല്ലെ. ഒരുപാട് എന്താ പറയുക അവരുടെ ഹെൽത്തിനെ പ്രോബ്ലം അഫക്ട് ചെയ്യുന്ന ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. ഹോസ്പിറ്റലാണെങ്കിൽ നമുക്കറിയാം അവിടെ എന്താണ് അണുക്കളും ഇതൊക്കെ ആയിട്ട് കൈകാര്യം ചെയ്യുന്നതുകൊണ്ടുള്ള സേഫ്റ്റി പ്രൊട്ടക്ഷൻ വേണം. അതേസമയം എക്യുപ്മെന്റ്സ് വളരെയധികം മോശം എക്യുപ്മെന്റ്സ് ഒക്കെ കൈകാര്യം ചെയ്യുന്ന ഒരു മേഖലയാണെങ്കിൽ ഒരുവിധം കാര്യങ്ങളൊക്കെ വരാനായിട്ട് എളുപ്പമാണ്. അപ്പൊ അതുകൊണ്ടും അവിടെ പ്രൊട്ടക്ഷൻ വേണം. ഇൻ കേസ് ഇനി യന്ത്രങ്ങൾ അല്ലെ, നമ്മളെ ഇലക്ട്രോണിക്സ് ആയിട്ടുള്ള യന്ത്രങ്ങൾ പ്രവർത്തിക്കുന്ന വലിയ മിഷനറി ഓപ്പറേറ്റ് ചെയ്യുന്ന സ്ഥാപനങ്ങളൊക്കെ ആണെങ്കിൽ അവിടെയും ഇലക്ട്രിക്കൽ ആയിട്ടുള്ള ഒരു സേഫ്റ്റി സപ്പോർട്ട് ഒക്കെ ആവശ്യമുണ്ട് അല്ലെ. എവിടെ നോക്കിയാലും നമുക്കറിയാം അവിടെയുള്ള വർക്കേഴ്സിന്റെ സേഫ്റ്റി, ആരോഗ്യത്തിന് ചിലപ്പോൾ വേണമെങ്കിൽ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഈ കൂടി തന്നെ ഇടത്ത് അതായത് പണിയെടുക്കേണ്ടി വരുമ്പോഴും അവരുടെ ഹെൽത്തിനെയൊക്കെ അത് അഫക്ട് ചെയ്യും അല്ലെ. അപ്പൊ മതിയായ ലൈറ്റും മതിയായ വെന്റിലേഷൻസും നല്ല ശുദ്ധമായ വെള്ളവും ഈ പറഞ്ഞ മാത്രമല്ല എല്ലാ സെക്യൂരിറ്റീസും അവിടെയുള്ള ഏതൊരു എംപ്ലോയും അർഹതപ്പെട്ട കാര്യങ്ങളാണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട പ്രൊവിഷൻസ് ആണ് നമുക്ക് നോക്കാറുള്ളത്. Safety and health of employees are of utmost importance not only for an organization but also for country, because human resources are the backbone of economic activity of the nation. Okay, നമ്മള് ഇതിലെ പ്രധാനമായിട്ടും പറയുന്നത് ഒരു രാജ്യത്തിന്റെ അല്ലെ ഒരു എക്കണോമിക് ബോൺ എന്ന് പറയുന്നത് സാമ്പത്തികമായിട്ടുള്ള ഒരു നട്ടെല്ല് എന്ന് വിശേഷിപ്പിക്കുന്നത് ഏത് റിസോഴ്സ് ആണെന്ന് പറയുന്നത്?
സെന്റൻസിൽ എടുത്ത് പറയുന്നത് ഹ്യൂമൻ റിസോഴ്സ് ആണ് അല്ലെ. ഹ്യൂമന്റെ ആ ഒരു വിഭവശേഷി, മനുഷ്യന്റെ വിഭവശേഷിയാണ് എന്നത് പറയുന്നത് എക്കണോമിക് ആക്ടിവിറ്റി. ഒരു നാഷന്റെ എക്കണോമിക് ആക്ടിവിറ്റിയിലെ നട്ടെല്ലെന്ന് വിശേഷിപ്പിക്കുന്നത് ഹ്യൂമൻ റിസോഴ്സ് ആണെന്ന് പറയുന്നത്. അങ്ങനെ ആ ഹ്യൂമൻ റിസോഴ്സ് ആയതുകൊണ്ട് തന്നെ എന്താണ് അവിടെ ഒരു എംപ്ലോയിയുടെ ഹെൽത്ത് എന്ന് പറയുന്നത് എന്താണ് കൺട്രിയുടെയും കൂടി ഒരു പ്രധാന അല്ലെ, രാജ്യത്തിന്റെയും കൂടി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗമാണ് അല്ലെ. ആ ഓർഗനൈസേഷന്റെ ഒരു ഭാഗമാണെന്ന് മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, രാജ്യത്തിന്റെയും കൂടി പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് എന്ന് പറയുന്നത് ഓരോ ഹ്യൂമന്റെയും ഹെൽത്ത് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഓരോ എംപ്ലോയിയുടെയും ആരോഗ്യം എന്ന് പറയുന്നത്. കാരണം ഹ്യൂമൻ റിസോഴ്സ് ആണ് എന്താണ് നമ്മുടെ നാഷന്റെ എക്കണോമിക് ആക്ടിവിറ്റിയുടെ ബാക്ക് ബോൺ എന്ന് വിശേഷിപ്പിക്കുന്നത്. ചിലപ്പോഴെങ്കിലും റയറായിട്ട് ചോദിച്ച് കാണാറുണ്ട്, വിച്ച് റിസോഴ്സസ് ആർ ദ ബാക്ക് ബോൺ ഓഫ് എക്കണോമിക് ആക്ടിവിറ്റി ഓഫ് എ നേഷൻ അല്ലെ. അപ്പൊ ഹ്യൂമൻ റിസോഴ്സ് ആണെന്ന് നോട്ട് ചെയ്ത് വെക്കുക. Then in India, the Factories Act 1948 stipulates certain requisites regarding working conditions in order to provide a safe working environment. Okay, ഇവിടെ Factories Act 1948 കുറെ ഇതുകളുണ്ട് അല്ലെ, വർക്കിംഗ് കണ്ടീഷൻസുകളൊക്കെ. അതായത് അവിടെ എംപ്ലോയീസിന്റെ ആരോഗ്യത്തിന് അല്ലെങ്കിൽ വർക്കിംഗ് സേഫ് ആയിട്ടുള്ള ഒരു എൻവയൺമെന്റ് പശ്ചാത്തലം ഒരുക്കുന്നതിനെ കുറിച്ചിട്ടുള്ള കുറെ നിയമാവലികളാണ് ഫാക്ടറീസ് ആക്ട് 1948 പ്രതിപാദിക്കുന്നത്. ഓക്കെ, ആ ആക്ട് ഓർത്ത് വെക്കാം, 1948 ഫാക്ടറീസ് ആക്ട്. അതെന്താണ് അവിടെ ഉള്ള എംപ്ലോയീസിന്റെ വർക്കിംഗ് കണ്ടീഷന്റെ സേഫ്റ്റി കാര്യങ്ങളൊക്കെയാണ് അതിൽ പ്രതിപാദിക്കുന്നത്. The provisions in this act are needed to promote health and safety of employees. ഓക്കെ, അതിൽ നമ്മൾ പറയുന്ന പ്രൊമോട്ട് അല്ലേ, വിച്ച് ആക്ട് ഇൻ കേസ് ഇങ്ങനെ ചോദിച്ചു കണ്ടാലും നിങ്ങൾ മനസ്സിലാക്കുക വിച്ച് ആക്ടിലാണ് പ്രൊമോട്ട് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി ഓഫ് എംപ്ലോയീസ് അല്ലെ. അവിടെ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി ഓഫ് എംപ്ലോയീസിനെ പ്രതിപാദിക്കുന്ന ആക്ട് ഏതെന്ന് ചോദിച്ചാലും ഫാക്ടറീസ് ആക്ട് 1948 ആണ് ഓർത്ത് വെച്ചിരിക്കുന്നത്. Provisions mean to safeguard health related to overall cleanliness, proper ventilation and temperature, proper disposal of waste and effluents, then protection from dust and fumes, artificial humidation. Okay, അതങ്ങനെ കോമേറ്റ് പോവുകയാണ് നമുക്ക് നോക്കാം. പ്രൊവിഷൻ മീൻസ് അല്ലെ, പ്രൊവിഷൻ എന്താണ് ഉദ്ദേശിക്കുന്നത്? സേഫ് ഗാർഡ് ഓഫ് ഹെൽത്ത് റിലേറ്റഡ് ഓവറോൾ ക്ലീൻലിനെസ് അല്ലെ, മൊത്തത്തിലുള്ള ക്ലീൻലിനെസ് ശുചിത്വ കാര്യങ്ങളെ കുറിച്ചിട്ട് പ്രോപ്പർ വെന്റിലേഷൻ, നല്ലൊരു വെന്റിലേഷൻ സൗകര്യങ്ങൾ ഉണ്ടാവണം. അതോടൊപ്പം തന്നെ അല്ലെ നമ്മുടെ ചൂട് കൂടുതലേ അല്ലെ, അങ്ങനെയൊക്കെ നമുക്കറിയാം ഇപ്പൊ ഷീറ്റ് വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞത് കൊണ്ട് തന്നെ അതിന്റെ അണ്ടറിലൊക്കെ ആയിരിക്കും തൊഴിലാളികൾ പണിയെടുക്കുന്നത് അല്ലെ. പക്ഷെ അവർക്ക് ചൂട് ടെമ്പറേച്ചർ കൂടുതൽ അനുഭവപ്പെട്ട അത് അവരുടെ ആരോഗ്യത്തെ ബാധിക്കാനൊക്കെ ആയിട്ട് സാധ്യതയുണ്ട്. അപ്പൊ അതിനൊക്കെയുള്ള പ്രിക്കോഷൻസ് അവിടെ എടുക്കേണ്ടതാണ്. പ്രോപ്പർ ഡിസ്പോസൽ ഓഫ് വേസ്റ്റുകളെല്ലാം പ്രോപ്പറായിട്ട് തന്നെ നിർമ്മാർജ്ജനം ചെയ്യണം. എഫ്ലുവൻസ് എന്ന് പറയുമ്പോൾ മലിനജലങ്ങളും വേസ്റ്റുകളെല്ലാം തന്നെ നല്ല രീതിയിൽ നിർമ്മാർജ്ജനം ചെയ്യണം. പ്രൊട്ടക്ഷൻ ഫ്രം ഡസ്റ്റ് ആൻഡ് ഫോംസ് അല്ലെ, അവിടെ നമുക്കറിയാം മഞ്ഞുകള് അല്ലെങ്കിൽ പൊടിപടലങ്ങള് അതിൽ നിന്നൊക്കെ സംരക്ഷണം വേണം. ആർട്ടിഫിഷ്യൽ ഹ്യൂമിഡിയേഷൻ എന്ന് വെച്ചാൽ അല്ലെ ആർട്ടിഫിഷ്യൽ ആയിട്ട് ഉണ്ടാക്കുന്ന മഞ്ഞുപാളികൾ അതെല്ലാം അല്ലെ, ഒരു തണുപ്പ് അന്തരീക്ഷങ്ങളൊക്കെ ആർട്ടിഫിഷ്യൽ ആയിട്ട് ഉണ്ടാക്കുമ്പോൾ അതിൽ നിന്നെല്ലാം പ്രൊട്ടക്ഷൻ വേണം. സേഫ് ഡ്രിങ്കിങ് വാട്ടർ, ശുദ്ധമായ ജലം കുടിക്കാനായിട്ട് നമുക്ക് ആവശ്യമാണ്. ആരോഗ്യത്തിന്റെ നമ്പർ ഓഫ് ന്യൂട്രിയൻസ് ആൻഡ് യൂറിനൽസ് ഇൻ എ പ്രോപ്പർ വർക്കിംഗ് കണ്ടീഷൻ. ഓക്കെ, വർക്കിംഗ് കണ്ടീഷനിലായിട്ടുള്ള ശുചിത്വ കാര്യങ്ങൾ ആവശ്യമായിട്ടുള്ള ടോയ്ലറ്റ്സും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരിക്കണം. ആൻഡ് അഡിക്വേറ്റ് ലൈറ്റിംഗ്, മതിയായ എന്താണ് ലൈറ്റിംഗ് പ്രകാശങ്ങളൊക്കെ ഉള്ള പ്ലേസിലായിരിക്കണം അവർക്ക് വർക്കിംഗ് ഒക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കേണ്ടത്. ഇതൊക്കെ മസ്റ്റായിട്ടും ഈ ആക്ടിൽ പ്രതിപാദിക്കുന്നുണ്ട്. ഓരോ തൊഴിലാളിക്കും അർഹതപ്പെട്ട കാര്യങ്ങളാണ് ഇതെല്ലാം തന്നെ. ഓക്കെ, നമുക്ക് അറിയാവുന്നതാണ്. ഇൻ കേസ് ഇങ്ങനെയുള്ള കാര്യങ്ങളില്ല എങ്കിലും തീർച്ചയായിട്ടും നമുക്ക് അതിനെതിരെ അല്ലെ നമുക്ക് എന്താണ് ഇൻ കേസ് എംപ്ലോയറിനോട് നേരിട്ട് പറയാം. ഇൻ കേസ് അതും നടന്നില്ല എങ്കിൽ ഒന്നിച്ച് ഒരുപാട് തൊഴിലാളികളൊക്കെ ഉള്ള തീരുമാനങ്ങൾ നേരിട്ട് അതിനുള്ള കംപ്ലൈൻസ് കൊടുക്കാനായിട്ട് സാധിക്കും. കാരണം ആക്ടിന്റെ കീഴിൽ ഇതെല്ലാം അർഹതപ്പെട്ടതാണ് അല്ലെ. ഞാൻ വീണ്ടും എന്താണ് പറയുന്ന കാര്യം എന്ന് പറയുന്നത് എന്താണ്, it is therefore vital to protect the employees against accidents and conditions detrimental to health, as both are harmful factors that affect the productive capacity of the affected employees. Okay, നമുക്കറിയാം അതേമാതിരി തന്നെ ബുദ്ധിമുട്ടേറിയ അല്ലെ എന്തെങ്കിലും ഹാംഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും ഘടകങ്ങൾ ഉണ്ടെങ്കിൽ അതിനൊക്കെ പ്രൊട്ടക്റ്റീവ് ആയിട്ട് അല്ലെ അതിനൊക്കെ സംരക്ഷണം നടത്തേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം അവിടെ ഹെൽത്ത് പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പൊ ഹ്യൂമന്റെ ഹെൽത്തിനെ പ്രൊട്ടക്ട് ചെയ്യുക അല്ലെ, സംരക്ഷണം ഏർപ്പെടുത്തുക. അത് ആക്സിഡന്റുകൾ വരാതെ അല്ലെങ്കിൽ ആരോഗ്യക്കുറവുകളുടെ പ്രശ്നങ്ങൾ, ആരോഗ്യപരമായിട്ട് എന്തെങ്കിലും ബാധിക്കാവുന്ന പ്രശ്നങ്ങൾ വരാതെ ഇരിക്കുന്ന ആ ഒരു പ്രൊട്ടക്ഷൻ, അത് വൈറ്റൽ ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ പ്രധാനപ്പെട്ട അതിപ്രധാനമായിട്ടുള്ള കാര്യം തന്നെയാണെന്ന് പറയുന്നു.
നമുക്കറിയാം എംപ്ലോയീസ് നന്നായിട്ട് പ്രൊഡക്റ്റീവായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ അല്ലെ നല്ല ഉത്പാദനക്ഷമതയോടുകൂടി വർക്ക് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങളെല്ലാം അവർക്ക് അറേഞ്ച് ചെയ്തു കൊടുക്കണം അല്ലെ. നമ്മളിപ്പോ നല്ലൊരു അന്തരീക്ഷമില്ലെങ്കിൽ നമ്മൾ ബോറടിക്കും അല്ലെ. ചൂട് കൂടുതലായി അവർക്ക് പ്രൊഡക്ഷൻ ഉത്പാദിപ്പിക്കാൻ സാധിക്കില്ല. തണുപ്പ് അധികമായാലും അവർക്ക് പ്രശ്നമാണ് അല്ലെ. ലൈറ്റ് അധികം കൃത്യമായിട്ടുള്ള ലൈറ്റും കാര്യങ്ങളും ഉണ്ടെങ്കിലും പ്രശ്നമാണ് അല്ലെ. എല്ലാം തന്നെ ഇതെല്ലാം അർഹതപ്പെട്ടത് മാത്രമല്ല അവർക്ക് ഉത്പാദനക്ഷമത വർദ്ധിപ്പിക്കാൻ കൂടി ആവശ്യമായിട്ടുള്ള ഘടകങ്ങൾ തന്നെയാണ്. ഫസ്റ്റ് പാരഗ്രാഫ് അതിലാണ് ആക്ടിന്റെ ഇത് കാര്യങ്ങൾ പഠിക്കുക. എക്കണോമിക് ബോൺ അല്ലെ, ബാക്ക് ബോൺ ഓഫ് എക്കണോമിക് ആക്ടിവിറ്റി ഓഫ് നേഷൻ എന്താണെന്നുള്ളത് നോട്ട് ചെയ്യുക. ആക്ടിൽ പറയുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. നിങ്ങൾക്കത് ഓർമ്മയിൽ നിന്നും ഒരു വ്യക്തി ഒരു തൊഴിലാളി അർഹതപ്പെട്ട സാധാരണ രീതിയിലുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കാം. കണ്ടിന്യൂ ചെയ്യാലോ. അല്ലേ വേണോ? വായിച്ചു നോക്കണോ? അപ്പൊ നമുക്ക് ഇനി നെക്സ്റ്റ് ഇതിലേക്ക് പോകാം. മെസ്സേജ് അയക്കാൻ നോക്കാട്ടോ. കമ്പനി അപൂർവം കാണുള്ളൂ, കാണാൻ പറ്റുന്നില്ല. നെക്സ്റ്റ് നോക്കാം. പ്രൊവിഷൻ റിഗാർഡിംഗ് സേഫ്റ്റി ഇൻ ബോർഡ് അപ്ലിക്കേഷൻസ് while working near or on high voltage supply equipment, precautions against dust, explosive or inflammable materials, dangerous fumes and gases, fencing of machinery. Okay, അത് കോമേറ്റ് പോവുകയാണ്. നമ്മൾ മനസ്സിലാക്കി പോകാനായിട്ട് ശ്രമിക്കുക. പ്രൊവിഷൻ റിഗാർഡിംഗ് സേഫ്റ്റി ഇൻക്ലൂഡിംഗ് അല്ലെ, സുരക്ഷിതത്വം എന്നതിൽ പല കാര്യങ്ങളും ഉൾപ്പെടുന്നുണ്ട്. അത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓരോ ജോലിക്കും അനുസൃതമായിട്ട് സുരക്ഷിതത്വം വ്യത്യസ്തമായിരിക്കും അല്ലെ. ഞാൻ പറഞ്ഞു ഇലക്ട്രിക്കൽ ആയിട്ടുള്ള സിറ്റുവേഷൻസ് ആണ് കൈകാര്യം ചെയ്യണമെങ്കിൽ അത് പെട്ടെന്ന് തന്നെ എന്തെങ്കിലും പെട്ടെന്ന് അല്ലെ പൊട്ടിത്തെറി തീ പിടിക്കാൻ സാധ്യതയൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ ഷോക്ക് അടിക്കാൻ സാധ്യതയൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് പവർ ഓഫ് ചെയ്യും. അപ്പൊ അതിനുള്ള സാഹചര്യം ആയിരിക്കും. ഒരുപക്ഷെ നമുക്കറിയാം ഡേഞ്ചറസ് ആയിട്ടുള്ള കത്തുന്ന സാധനങ്ങളൊക്കെ ആണെങ്കിൽ അതിനുള്ള പ്രൊട്ടക്ഷൻ ആയിരിക്കും അല്ലെ. അപ്പൊ എന്തായാലും അതിന് എന്തെങ്കിലും അസുഖം എന്താണ് ഒരുപോലെ ചതവുകളും വരാൻ സാധ്യത ഉണ്ടെങ്കിൽ അതിനുള്ള പ്രിപ്പറേഷൻസ്. അപ്പൊ എന്താണോ ആ ഒരു ജോലിയുമായി ബന്ധപ്പെടുന്ന ഹസാർഡ്സ്, അപകടാവസ്ഥകൾ എന്താണോ അല്ലെങ്കിൽ ഡേഞ്ചറസ് എന്താണോ ആ ഡേഞ്ചറസിന് പ്രൊട്ടക്ഷൻ അല്ലെ, അതിന് മുൻകരുതലുകൾ എടുക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള കാര്യം. അപ്പൊ നോക്കാം. വയൽ വർക്കിംഗ് നിയർ ഓർ ഹൈ വോൾട്ടേജ് സപ്ലൈ എക്യുപ്മെന്റ്, ഇവിടെ ഹൈ വോൾട്ടേജ് ഉള്ള സപ്ലൈ എക്യുപ്മെന്റ് ആണെങ്കിൽ അതിനനുസരിച്ചുള്ള പ്രിക്കോഷൻസ് എടുക്കണം. ദെൻ പ്രിക്കോഷൻസ് അഗെയിൻസ്റ്റ് ഡസ്റ്റ്, പൊടിപടലങ്ങളുമായി ബന്ധപ്പെട്ട ജോലിയാണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള മുൻകരുതലുകൾ എടുക്കണം. നമുക്കറിയാം അല്ലെ, പൊടിയൊന്നും തട്ടാതിരിക്കാനായിട്ട് മാസ്കും അല്ലെ പ്രത്യേക കൗണും സാധനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടായിരിക്കും. അപ്പൊ പൊടിയൊന്നും ശരീരത്തിന് തട്ടില്ല അല്ലെ. അപ്പൊ ആ ഒരു രീതിയിൽ അറേഞ്ച്മെന്റ് ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്. എക്സ്പ്ലോസീവ് ഇൻഫ്ലാമബിൾ മെറ്റീരിയൽസ്, ഇൻ കേസ് വല്ല പൊട്ടിത്തെറികൾ ഉണ്ടെങ്കിൽ അതിനുള്ള പ്രിക്കോഷൻസ് എടുക്കണം. ഡേഞ്ചറസ് ഫോംസ് ആൻഡ് ഗ്യാസസ്, വാതക ചോർച്ചയും കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ടെങ്കിൽ അതിനുള്ള ഇതെടുക്കണം. ദെൻ ഫെൻസിങ് ഓഫ് മെഷീനറിക്ക് വലിയ വലിയ മെഷീനറി ആണെങ്കിൽ അതിനൊക്കെ ചുറ്റും ഒരു വേലി അല്ലെങ്കിൽ ഒരു കവചം അല്ലെ. അപ്പൊ മെഷീനറി പെട്ടെന്ന് ടച്ച് ചെയ്യാതെ അല്ലെങ്കിൽ അത് എന്താണ് ഇലക്ട്രിക് സപ്പോർട്ടോട് കൂടിയിട്ടൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ ഭയങ്കര സ്പീഡും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പൊ എന്താണ് അതൊന്നും അവരുടെ ഹെൽത്ത് പ്രൊഫഷനെ ഒന്നും ബാധിക്കാതെ, അവിടെയുള്ള വർക്കേഴ്സിന്റെ ഹെൽത്തിനൊന്നും ബാധിക്കാതെ ഒരു ചെറിയ വഴിയൊക്കെ സംഭവം ഉണ്ടെങ്കിൽ അല്ലെ, ഒരു ഫെൻസിങ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു മെഷീനറിയെ ഡയറക്റ്റ് കൈകാര്യം ചെയ്യേണ്ടത് തന്നെ കൈകാര്യം ചെയ്ത് പോകാനായിട്ട് സാധിക്കും. അതേമാതിരി തന്നെ എന്താണ് അപ്ലിക്കേഷൻസ് ഓഫ് വർക്കിംഗ് നിയർ ഓൺ മെഷീനറി ഇൻ മോഷൻ, ചലിച്ചുകൊണ്ടിരിക്കുന്ന മെഷീനറി ആണെങ്കിൽ അവിടെ എന്താണ് അതിന്റെ അടുത്ത് പ്രവർത്തിക്കുന്ന വർക്കിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനുള്ള മുൻകരുതലുകൾ എടുക്കണം. ഡിവൈസസ് ഫോർ ഡിസ്കണക്റ്റിംഗ് പവർ, പെട്ടെന്ന് പവർ ഓഫ് ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ള ഉപകരണങ്ങളൊക്കെ വേണം. പ്രിവെൻഷൻ ഓഫ് ഇഞ്ചുറി ഫ്രം പോയിസൺ, ഓക്കെ, പെട്ടെന്ന് തന്നെ ഇഞ്ചുറീസ് എന്തെങ്കിലുമൊക്കെ വരുന്നുണ്ടെങ്കിൽ അല്ലെ ആ എളുപ്പം തന്നെ ആ ഇഞ്ചുറീസുകൾ വരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ധരിക്കുമ്പോഴൊക്കെ ആയിരിക്കും അതെന്തെങ്കിലുമൊക്കെ ഇഞ്ചുറികളൊക്കെ വരാനായിട്ടുള്ള സാധ്യത. അപ്പൊ അതിനുള്ള അനുസരിച്ചുള്ള മുൻകരുതലുകൾ എടുക്കണം. തന്നെ ലിഫ്റ്റ്, ചെയിൻ ആൻഡ് റോപ്പ് ഇൻ മോഷൻ, ഓക്കെ, ഇപ്പൊ നമ്മളിപ്പോ എന്താണ് ചങ്ങല കെട്ടി അല്ലെങ്കിൽ റോപ്പ് കയറ് കെട്ടി അങ്ങനെയൊക്കെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനുള്ള ശ്രദ്ധ വേണം. ലിഫ്റ്റ് അറേഞ്ച്മെന്റ്സും കാര്യങ്ങൾക്കൊക്കെ ശ്രദ്ധ വേണം. Then revolving machinery,
അത് ഇൻ കേസ് അതിന്റെ അല്ലെ എന്ത് മെഷീനറി ആണെങ്കിലും ചലിച്ചുകൊണ്ടിരിക്കുമ്പോഴൊക്കെ അവർക്കൊന്നും പ്രോബ്ലംസ് ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കണം. അവോയ്ഡിങ് ലിഫ്റ്റിംഗ് എക്സെപ്റ്റീവ് വെയിറ്റ് ടു പ്രിവെന്റ് സ്പൈനൽ ഇഞ്ചുറീസ്. ഓക്കെ, നമ്മൾ ഇൻ കേസ് ഒരുപാട് വെയിറ്റ് എടുത്ത് കൈകാര്യം ചെയ്യേണ്ട പേഴ്സൺസ് ആണെങ്കിൽ സ്പൈനൽ ഇഞ്ചുറീസ് ഒക്കെ വരാനായിട്ട് അതൊക്കെ ക്ഷതമൊക്കെ സംഭവിക്കാനായിട്ട് സാധ്യതയുണ്ട് അല്ലെ. അപ്പൊ അതിനും വേണ്ടിയിട്ടുള്ള ഒരു പ്രിക്കോഷൻസ് നട്ടലിലേക്ക് ബാധിക്കാത്ത തരത്തില് അതിനൊന്നും അല്ലെ ഒരു പ്രോബ്ലം ഒന്നും സംഭവിക്കാത്ത തരത്തിലുള്ള ഒരു പ്രിക്കോഷൻസ് ഒക്കെ എടുത്തിട്ടായിരിക്കും അത്തരം പ്രവൃത്തികളൊക്കെ അവർ ചെയ്യുന്നത്. ഓക്കെ, in addition there are a provision regarding emergency action equipment in case of a fire available of a power according to required specification safety of a plant and machinery. ഓക്കെ, ഇൻ കേസ് നമുക്കറിയാം എല്ലായിടത്തും അല്ലെ വലിയ വലിയ കമ്പനി ആണെങ്കിലും സംഭവം ആണെങ്കിലും നമുക്കറിയാം ഫയർ അല്ലെ പെട്ടെന്ന് തീപിടുത്തൊക്കെ ഉണ്ടായാൽ അതിനെ കൈകാര്യം ചെയ്യാനായിട്ടുള്ള അപ്ലിക്കേഷൻസ് അവർ എടുത്തിട്ടുണ്ടാവും അല്ലെ. എമർജൻസി ആക്ഷൻ എമർജൻസി എക്യുപ്മെന്റ്സ് കാര്യങ്ങളൊക്കെ അതിനാവശ്യമായിട്ടുണ്ടാവും. ഞാൻ എപ്പോഴും നമുക്കറിയാം സേഫ്റ്റി ഓഫ് പ്ലാന്റ് ആൻഡ് മെഷീനറി അവിടെ ഉള്ള ബിൽഡിംഗ് ആണെങ്കിലും അതിനോടൊപ്പം തന്നെ ബിൽഡിങ്ങിനോടൊപ്പമുള്ള മെഷീനറി സാധനങ്ങളൊക്കെ ആണെങ്കിലും അത് സേഫ്റ്റി ആക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ എന്തൊക്കെയാണോ അതെല്ലാം തന്നെ അവർ സ്വീകരിച്ചിരിക്കണം എന്നുള്ളത്. അപ്പൊ ഹെൽത്ത് ആൻഡ് ഇത് അല്ലെ അവിടെയുള്ള ഹ്യൂമന്റെ ഹെൽത്തുമായി ബന്ധപ്പെട്ടുള്ള പ്രിക്കോഷൻസ് ആണ്. ചിലത് നമുക്കറിയാം എന്താണ് ഈ പറഞ്ഞ വളരെ മുറിവും ചതവും ഒക്കെ വരാതിരിക്കാൻ തക്കത്തിലുള്ള നല്ല അല്ലെ നല്ല രീതിയിലുള്ള ഇതായിരിക്കും വയേഴ്സ് ആയിരിക്കും അവർ യൂസ് ചെയ്യുന്നത്. അതല്ലെങ്കിൽ നമുക്ക് പൊടിവെള്ളങ്ങളൊക്കെ ആണെങ്കിൽ അത് കടകൂടാൻ പറ്റാത്ത തരത്തിലുള്ള ഗ്ലൗസും മാസ്കും അല്ലെ അതിന്റെ തരത്തിലുള്ള വയേഴ്സ് ഒക്കെ ആയിരിക്കും അവർ ധരിക്കുന്നത്. അപ്പൊ എന്താണെങ്കിലും പ്രിക്കോഷൻസ് എടുക്കുക. ഏത് വർക്കാണെങ്കിലും അതുമായി ബന്ധപ്പെട്ട് വരാവുന്ന ഡേഞ്ചറസിനെ അല്ലെങ്കിൽ ഹസാർഡ്സിനെ അത് കണ്ടുകൊണ്ടുള്ള പ്രിക്കോഷൻസ് അതിനനുസരിച്ചുള്ള മുൻകരുതലായിട്ടുള്ള എക്യുപ്മെന്റ്സുകളെല്ലാം തന്നെ ധരിക്കണം. നമ്മൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞ കോഴ്സൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം അതിൽ കൂടുതലായിട്ടും പറയുന്ന ഒരു കാര്യമുണ്ട് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് അല്ലെ. അതായത് പേഴ്സന്റെ ആരോഗ്യത്തിനെ എന്താണ് പ്രൊട്ടക്ട് ചെയ്യുന്ന അല്ലെ അതിനെ സംരക്ഷിക്കുന്ന തരത്തിലുള്ള എക്യുപ്മെന്റ്സ് അവർ ധരിച്ചിട്ടായിരിക്കും എപ്പോഴും കൈകാര്യം ചെയ്യേണ്ടത്. അപ്പൊ തീർച്ചയായിട്ടും ഇതില് തീർച്ചയായിട്ടും എന്താണ് ഇത്തരത്തിലുള്ള എക്യുപ്മെന്റ്സുകൾ കൈകാര്യം ഹാൻഡിൽ ചെയ്യുമ്പോൾ അത്തരത്തിലുള്ള മുൻകരുതലുകൾ ഓരോ ബിസിനസ് അല്ലെ ഓരോ ഓർഗനൈസേഷനും കൊടുത്തിട്ടുണ്ടാവും. അത് ധരിച്ചിട്ട് മാത്രമാണ് അവര് കൈകാര്യം ചെയ്യാനൊക്കെയായിട്ട് ആളുകൾ. നമുക്കറിയാൻ സാധിക്കും ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ അവർ അവരുടേതായിട്ടുള്ള വെയേഴ്സ് ധരിച്ചിട്ടുണ്ടാവും. ഹോട്ടലിൽ ചെല്ലുമ്പോൾ അവർ അവരുടേതായിട്ടുള്ള വെയേഴ്സ് അല്ലെ ഏത് തൊഴിലാണെങ്കിലും അവിടങ്ങളിൽ അതിൻ്റെതായിട്ടുള്ള പ്രിക്കോഷൻസ് എടുത്തിട്ടാണ് അവർ ഡ്യൂട്ടിയിൽ പ്രവേശിക്കുന്നത്. കാരണം അതിനുള്ള നടപടികൾ ഓരോ ജോലിയുമായി ബന്ധപ്പെട്ട് ആ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉള്ളതാണ്. ഓക്കെ, അപ്പൊ അത് പ്രധാനമായിട്ടും ആർക്ക് വേണ്ടിയിട്ടുള്ളതാണ്? അവിടെയുള്ള ഹ്യൂമൻ ബീയിങ്സിന്റെ ഒരു ഹെൽത്ത് ആരോഗ്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, ക്ലിയർ ആണോ? ജസ്റ്റ് വായിച്ചു നോക്കാം. ഏതെങ്കിലും പോയിന്റ് കിട്ടുന്നില്ലെങ്കിൽ ചോദിക്കാം. നോക്കിയോ? എന്തെങ്കിലും കിട്ടാത്തതുണ്ടോ? കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഇതിലേക്ക് പോവാം.
എന്താണ് വെൽഫെയർ ആൻഡ് റിക്രിയേഷണൽ ഫെസിലിറ്റീസ്. നമ്മളിപ്പോ സുരക്ഷയുടെ കാര്യം പറഞ്ഞു, ജോലിയിലെ സുരക്ഷയുടെ കാര്യം പറഞ്ഞു, പിന്നെ തൊഴിൽ വേതനവുമായി ബന്ധപ്പെട്ടുള്ള സെക്യൂരിറ്റിയുടെ കാര്യം പറഞ്ഞു. ഇനി വീണ്ടും ക്ഷേമ പ്രവർത്തനങ്ങളാണ്, അല്ലെങ്കിൽ ഒരു എന്റർടൈൻമെന്റ് പ്രോഗ്രാംസുകളൊക്കെ അവിടെയുള്ള തൊഴിലാളികൾക്ക് സംഘടിപ്പിച്ചു കൊടുക്കണം എന്നുള്ള കാര്യമാണ്. അപ്പൊ നോക്കാം, ജനറൽ ആൻഡ് recreational facilities provided are as follows. താഴെ പറയുന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട പോയിന്റ്സുകൾ. ഫസ്റ്റ് വൺ പറയുന്നത് ഹൗസിംഗ് ആണ്. A roof over the head is one of the vital requirements for human beings to survive. ഇവിടെ പ്രധാനമായിട്ടും പറയുന്ന ഒരു കാര്യമാണ്. അതായത് ഏതൊരു വ്യക്തിക്കും നമ്മള് ഒരു പ്രത്യേകിച്ച് ജോലിക്കാരനൊക്കെ ആവുമ്പോൾ, ജീവനക്കാരനൊക്കെ ആവുമ്പോൾ ഒരു കിടക്കാൻ ഒരു ശാന്തമായിട്ട് ഉറങ്ങാനൊക്കെ കിട്ടുന്ന ഒരു ഇടം, അത് എന്തായാലും ഏതൊരു തൊഴിലാളിയും ആഗ്രഹിക്കുന്നതാണ് അല്ലെ. അത് അവരുടെ അതിജീവനത്തിൽ പ്രധാനമായിട്ടും ആഗ്രഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. Lack of adequate housing is a cause of a great stress and worry for employees, which adversely affect their work. അവർക്ക് മതിയായ ഒരു വീടില്ല എന്നുള്ള കാര്യം അത് തീർച്ചയായിട്ടും അവരുടെ വർക്കിനെ കാര്യമായിട്ട് ബാധിക്കുന്നതാണ് പറയുന്നത്. കാരണം ഒരു സ്ട്രെസ് ഉണ്ടാവും, നമുക്കൊരു വീടില്ല എന്നുള്ള ആ ഒരു മനോഭാവം അല്ലെ, അതൊരു വലിയ വിഷമം തന്നെയാണ്. Therefore, many organizations build quarters near the plant or office for their employees and change a minimal rent. ചിലപ്പോഴൊക്കെ മിക്കവാറും ഓർഗനൈസേഷനൊക്കെ അതുകൊണ്ട് തന്നെ അവർക്ക് ക്വാർട്ടേഴ്സ് അല്ലെ, അത് അവർക്ക് ശരിയാക്കി കൊടുക്കും. അവിടെയുള്ള ജീവനക്കാർക്ക് വേണ്ടിയിട്ട് ക്വാർട്ടേഴ്സ് കൊടുക്കും. അപ്പൊ തീർച്ചയായിട്ടും അവർക്ക് ജോലി കഴിഞ്ഞ് കഴിഞ്ഞാൽ വിശ്രമിക്കാനായിട്ടൊരു സുരക്ഷിതമായിട്ടുള്ള ഇടം ലഭ്യമാകും അല്ലെ. അത് സാധാരണയായിട്ട് നമുക്കറിയാം, ജോലി സ്ഥലത്തിനോട് ചേർന്നായിട്ടായിരിക്കും അവർക്ക് ക്വാർട്ടേഴ്സ് ഇതെല്ലാം എന്താണ് ഓർഗനൈസേഷൻ കമ്പനി ഉടമകളൊക്കെ ലഭ്യമാക്കി കൊടുക്കുന്നത്. അതിന്റെ ചാർജ് മിനിമൽ റേറ്റ്, അവർക്ക് ഒരു നിശ്ചിത റേറ്റോട് കൂടിയിട്ടായിരിക്കും ഈ ക്വാർട്ടേഴ്സ് ഒക്കെ കൊടുക്കുന്നത് അല്ലെ. ചില ജീവനക്കാർ ഇതുകളൊക്കെ ആണെങ്കിൽ നമുക്കറിയാം ഫ്രീ ആയിട്ട് തന്നെ അവർക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ടാവാം. Some organizations provide and or arrange for housing loans for employees at low interest rate. ചില ഓർഗനൈസേഷനൊക്കെ ചിലപ്പോൾ വേണമെങ്കിൽ ഹൗസിംഗ് ലോണുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അവർക്ക് ഒരു ഹൗസ് ഒക്കെ നിർമ്മിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഹൗസിംഗ് ലോണൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഒരു വെൽഫെയർ ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ്. അതായത് അവിടെയുള്ള എംപ്ലോയീസിന്റെ ക്ഷേമ പ്രവർത്തനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രൊവിഷനാണ് എന്തെന്ന് പറയുന്നത് ഹൗസിംഗ് എന്ന് പറയുന്നത്. ഹൗസിംഗ് എന്ന് പറയുന്നത് രണ്ട് രീതിയിലുണ്ട്. ഒന്ന് ക്വാർട്ടേഴ്സ് ലഭ്യമാക്കി കൊടുത്തിട്ട് അവരുടെ ആ ഒരു എല്ലാ ദിവസത്തെയും ആ ഒരു അല്ലെ എവിടെയെങ്കിലും തങ്ങണം, സുരക്ഷിതമായിട്ടുള്ള ഒരു ഇടത്തിൽ തങ്ങാനുള്ള സൗകര്യങ്ങൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നു. അല്ലെങ്കിൽ എന്താണ് ചെറിയ പലിശയിൽ നിരക്കിൽ അവർക്ക് എന്താണ് ഹൗസിംഗ് ലോണുകൾ പ്രദാനം ചെയ്ത് കൊടുക്കുക എന്നുള്ളത്. കുട്ടിയാണോ? നമുക്ക് നെക്സ്റ്റ് നോക്കാം ക്യാൻറ്റീൻ. ഓക്കെ, നമുക്ക് അടുത്തത് നമുക്ക് അറിയാവുന്നതാണ് അല്ലെ. മിക്ക വലിയ വലിയ കമ്പനിയൊക്കെ ആണെങ്കിൽ ക്യാൻറ്റീൻ സൗകര്യങ്ങളൊക്കെ അല്ലെ. അപ്പൊ അവിടെ ക്യാൻറ്റീൻ സൗകര്യങ്ങളിൽ എന്താ പ്രധാനമായിട്ട് പറയുന്നത്, ദിസ് ഫെസിലിറ്റി ഈസ് ഓഫ് എ ഗ്രേറ്റ് ഇൻട്രസ്റ്റ് ഫോർ ബോത്ത് ദ മാനേജ്മെന്റ് ആൻഡ് എംപ്ലോയീസ്. അത് ഇരു കൂട്ടർക്കും വലിയ താല്പര്യമുള്ള കാര്യമാണ് അല്ലെ. നമുക്കറിയാം ഒരു ജോലിക്ക് പോകുമ്പോൾ രാവിലെ തന്നെ ജോലിക്ക് കയറണം, വൈകുന്നേരമാണ് ജോലി കഴിഞ്ഞ് ഇറങ്ങാനായിട്ട് സാധിക്കില്ല. അപ്പൊ അവർക്ക് ആവശ്യമായിട്ടുള്ള വിശപ്പും കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാനുള്ള ഒരു ക്യാൻറ്റീൻ സൗകര്യം ലഭ്യമാകുക എന്ന് പറയുന്നത് ഇരുകൂട്ടരും അല്ലെ, ഇരുകൂട്ടരും ഹ്യൂമൻ ബീയിങ് ആയതുകൊണ്ട് തന്നെ ഇരുകൂട്ടർക്കും അത് വളരെയധികം താല്പര്യമുള്ള കാര്യം തന്നെയാണ്. അവൈലബിലിറ്റി ഓഫ് ഫുഡ് ആൻഡ് ഫ്രഷ് ഫുഡ് അറ്റ് ദ വർക്ക് പ്ലേസ് അറ്റ് അഫോർഡബിൾ റേറ്റ്സ് ഈസ് ഇമ്പോർട്ടന്റ് ഫോർ എംപ്ലോയീസ്. തൊഴിലാളികളെ സംബന്ധിച്ച് നമുക്കറിയാം ഭയങ്കര കത്തിയായിട്ടുള്ള രീതിയിലൊക്കെ അവിടെ ഫുഡൊക്കെ സപ്ലൈ ചെയ്ത് അവർക്ക് മേടിക്കാൻ പറ്റില്ല അല്ലെ. വളരെ അഫോർഡബിൾ ആയിട്ടുള്ള മിനിമം വലിയ കുഴപ്പമില്ലാത്ത റേറ്റിലൊക്കെ സപ്ലൈ ചെയ്തിട്ട് കഴിഞ്ഞാൽ അവർക്കത് തൊഴിലാളികളെ സംബന്ധിച്ചത് വളരെ ഗുണകരമാണ്. കാരണം ഫ്രഷ് ആയിട്ടുള്ള നല്ല രീതിയിലുള്ള ഫുഡ് അവർക്ക് അവരുടെ സമയത്തിന് നേടിയെടുക്കാനായിട്ട് സാധിക്കും. Section 46 of the Factories Act 1948 imposes a statutory obligation for employers to provide a canteen in their factories employing more than 50 workers. 250 കൂടുതൽ വ്യക്തികള് ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനമൊക്കെ ആണെങ്കിൽ ഫാക്ടറീസ് ആക്ട് പ്രകാരം ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള ഒരു കടമയാണ്. എന്ന് വെച്ചാൽ മസ്റ്റായിട്ട് നിയമപരമായിട്ടുള്ള ഒരു കടമയാണ് ആ ഓർഗനൈസേഷനിലെ തൊഴിലുടമ അവർക്ക് വേണ്ടിയിട്ട് ക്യാൻറ്റീൻ സർവീസ് ഒരുക്കണം എന്നുള്ളത്. അവിടെ കൃത്യമായിട്ട് ഒരു എണ്ണം പറയുന്നുണ്ട്. എത്ര എണ്ണം പറയുന്നത്?
എത്രയിൽ കൂടുതൽ അംഗങ്ങളുള്ള സ്ഥാപനങ്ങളാണെങ്കിലാണ് സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള ഒബ്ലിഗേഷൻ എന്ന് പറയുന്നത്? ഞാൻ മാത്രം പറഞ്ഞോളൂ. അപ്പൊ അങ്ങനെ വേണ്ട. ശരി, മനസ്സിലായോ? കാൻഡിഡേറ്റ് സർവീസ് എന്താണ് സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള ഒരു ഒബ്ലിഗേഷൻ ആയിട്ട്, നിയമപരമായിട്ടുള്ള ഒരു കടമയായിട്ട് വരുന്നുണ്ട്. അതിന് കാരണം എത്രയിൽ കൂടുതൽ അംഗങ്ങളുള്ള എംപ്ലോയീസ് ഉള്ള സ്ഥാപനങ്ങളിലാണ് ഇങ്ങനെ കാൻഡിഡേറ്റ് സർവീസ് മസ്റ്റായിട്ട് വേണമെന്ന് പറയുന്നത്. 250 അല്ലെ, മോർ ദാൻ 250, 250 കൂടുതൽ അംഗങ്ങളുള്ള സ്ഥാപനങ്ങൾ, വർക്ക് ചെയ്യുന്ന അംഗങ്ങളുള്ള സ്ഥാപനങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് അത് സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള ഒരു കടമയാണ് കാൻഡിഡേറ്റ് സർവീസ് അവിടെ പ്രൊവൈഡ് ചെയ്യണമെന്നുള്ളത്. Okay, most organizations, even those with less than 250 workers, have voluntarily provided candidate facilities. നമുക്കറിയാം 250 താഴെയുള്ള വ്യക്തികൾ ഉള്ള ജീവനക്കാരുള്ള ഓർഗനൈസേഷൻ ആണ് എങ്കിലും കാൻഡിഡേറ്റ് സർവീസ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. Meals and made available to employees at subsidiaries, subsidized rate in these canteens. നമുക്കറിയാം അവിടെ ഭക്ഷണങ്ങളും ഈ പറഞ്ഞ മാതിരി വളരെ ഉന്നതമായ രീതിയിലൊക്കെ സബ്സിഡിയോട് കൂടിയിട്ടൊക്കെ അവിടെയുള്ള ജീവനക്കാർക്ക് ലഭ്യമാകുന്നുണ്ട്. അപ്പൊ ആ രീതിയിൽ എന്താണ് കാൻഡിഡേറ്റ് സർവീസുകളും പ്രവർത്തിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ കാൻഡിഡേറ്റ് സർവീസുകൾ ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക. കാൻഡിഡേറ്റ് സർവീസ് അവിടെയുള്ള എംപ്ലോയീസിനും മാനേജ്മെന്റിനും ഒരുപോലെ തന്നെ ഗുണം ചെയ്യുന്ന കാര്യമാണ്. എംപ്ലോയീസിനാണെങ്കിൽ നമുക്കറിയാം 250 കൂടുതൽ അംഗങ്ങളുള്ള ഒരു സ്ഥാപനമാണെങ്കിൽ തീർച്ചയായിട്ടും അത് സ്റ്റാറ്റ്യൂട്ടറി ഒബ്ലിഗേഷൻ ആണ് എന്ത് കാൻഡിഡേറ്റ് സർവീസ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ആണോ? ആ ഒരു ഇതൊക്കെ നോട്ട് ചെയ്തേക്കാം. ഫാക്ടറീസ് ആക്ട് 1948 സെക്ഷൻ 46 ഓഫ് ദ ഫാക്ടറീസ് ആക്ട്, അത് അതാണ് ഫ്രഷ് ഫുഡ് അല്ലെ, അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. എല്ലാ വർക്കേഴ്സിന്റെ എണ്ണത്തിന്റെ കാര്യം കൂടി നോക്കില്ല. നോക്കണോ? നോക്കണമെങ്കിൽ നോക്കിയപ്പോൾ ിലേക്ക് പോവാം. കുഴപ്പമില്ലാത്തതല്ലേ? പോവാം. എഡ്യൂക്കേഷൻ ഫെസിലിറ്റീസ് എന്താണ്? എഡ്യൂക്കേഷൻ ഫെസിലിറ്റീസിൽ പറയുന്നത് organization take care of the education needs of the employees and their family members. ഓക്കെ, നമുക്കറിയാം ഈ എഡ്യൂക്കേഷൻ ഫെസിലിറ്റീസ് സാധാരണയായിട്ട് അവിടെയുള്ള എംപ്ലോയീസിനും ഫാമിലി മെമ്പേഴ്സിനും ഓർഗനൈസേഷൻ ചിലപ്പോഴൊക്കെ അവൈലബിൾ ആക്കി കൊടുക്കാറുണ്ട്. ഓർഗനൈസേഷൻ ഗ്രാൻഡ് ഈസി ലോൺ ടു എംപ്ലോയി ഫോർ സ്റ്റഡിയിങ് ടു എൻഹാൻസ് their qualifications or for the education of their family members. Okay, ഇത് നമുക്കറിയാം അവർക്ക് സ്റ്റഡി ചെയ്യാനായിട്ട് അല്ലെ, അവിടെ എംപ്ലോയീസിന് ഇനീഷ്യലി ഹയർ ഡിഗ്രി എന്തെങ്കിലുമൊക്കെ നേരണമെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ അവരെ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈസി ലോണുകളൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്തായാലും അത് മാത്രമല്ല അവരുടെ മക്കൾക്കും അല്ലെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ആയിട്ട് അവരുടെ ആശ്രിതർക്കൊക്കെ ക്വാളിഫിക്കേഷൻ ബേസ് ചെയ്തിട്ടോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് തീർച്ചയായിട്ടും എഡ്യൂക്കേഷൻ ആയിട്ടുള്ള ഫെസിലിറ്റീസ് അവർക്ക് അവൈലബിൾ ആക്കി കൊടുക്കുന്നുണ്ട്. Some organizations also have library facilities. ചില ഓർഗനൈസേഷനിൽ ലൈബ്രറി ഫെസിലിറ്റീസ് കൂടി ഉണ്ട് അല്ലെ, ആർക്ക് വേണ്ടിയിട്ട്? തൊഴിലാളികൾക്കും തൊഴിലുടമകൾക്കും അതേപോലെ തന്നെ തൊഴിലാളികളുടെ ആശ്രിതർക്കും ഒക്കെ ആയിട്ട് എന്താണ് പലതരത്തിലുള്ള എഡ്യൂക്കേഷൻ ഫെസിലിറ്റീസ് അവിടെ ലഭ്യമാകുന്നു. ലൈബ്രറി ഫെസിലിറ്റീസും അവർക്ക് ലഭ്യമാക്കി കൊടുക്കുന്നുണ്ട്. ഓക്കെ അല്ലേ? അടുത്തത് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആണ്.
എന്തെങ്കിലും ഡൗട്ടുണ്ടെങ്കിൽ ചോദിക്കാം. ക്രെഡിറ്റ് സൊസൈറ്റീസ് എന്ന് പറയുമ്പോഴും നമുക്കറിയാം ഇപ്പൊ ക്വാർട്ടേഴ്സിലൊക്കെയാണ് താമസിക്കണമെങ്കിൽ അവർക്ക് എല്ലാ സാധനങ്ങളൊക്കെ മേടിക്കാൻ പോകണമെങ്കിൽ മാർക്കറ്റിൽ കൊണ്ടുവരും അല്ലെ, വീട്ടിൽ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാനൊക്കെ ആയിട്ട് പുറത്തേക്ക് പോകേണ്ടത് അല്ലെ. ആ ക്വാർട്ടേഴ്സിന്റെ കോമ്പൗണ്ടിൽ ഉണ്ടായാലാണ് അവർക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കും. അതല്ലെങ്കിൽ എല്ലാ സാധനങ്ങൾക്കും വേണ്ടിയിട്ട് അവർ പുറത്ത് പോകേണ്ടതായിട്ട് വരും. അപ്പൊ അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ കൺസ്യൂമർ സൊസൈറ്റീസ് ഓർഗനൈസേഷൻസ് വിത്ത് their premises and staff quarters located at a place far away from market facilities, setting up a consumer goods store in the workers' residence. Then such stores are managed by societies and ensure availability of consumer goods at reasonable prices. Okay. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ക്വാർട്ടേഴ്സിലൊക്കെ താമസിക്കുന്നവരാണ് എങ്കിൽ അവർക്ക് അല്ലെ അത് മാർക്കറ്റിൽ പോയി അതിന്റെ സൗകര്യങ്ങൾ അനുഭവിക്കുക എന്ന് പറയുന്നത് വളരെ റിസ്ക് ആണ്. കൺസ്യൂമർ ഐറ്റംസ് സ്റ്റോഴ്സിന്റെ വർക്കേഴ്സ് റെസിഡൻസ് കൺസ്യൂമർമാരുടെ അല്ലെ എല്ലാ ഐറ്റംസ് ഒക്കെ എന്താണ് വർക്കേഴ്സ് റെസിഡൻസിലാണ് സ്റ്റോർ ചെയ്തത്. സച്ച് സ്റ്റോർസ് ആർ മാനേജ്ഡ് ബൈ സൊസൈറ്റീസ് ആൻഡ് എൻഷുർ അവൈലബിലിറ്റി ഓഫ് കൺസ്യൂമർ ഗുഡ്സ് ആറ്റ് റെസ്പോൺസിബിൾ റേറ്റ്. അപ്പൊ അവിടെ എന്താണ് മതിയായ നിരക്കിൽ തന്നെയായിരിക്കും ഇത്തരത്തിലുള്ള സാധനങ്ങൾക്കൊക്കെ അല്ലെ ഫെസിലിറ്റീസ് അനുവദിക്കുന്നത്. ഇപ്പൊ സാധനങ്ങളൊക്കെ എന്താണ് സ്റ്റോർ ചെയ്തിട്ട് അവർക്ക് വേണ്ടിയിട്ട് സപ്ലൈ ചെയ്യും. മിതമായ നിരക്കിലൊക്കെ അവർക്ക് വിലക്ക് ഈടാക്കിയിട്ട് എല്ലാവർക്കും സപ്ലൈ ചെയ്യും. അപ്പൊ അവർക്ക് പോയി മാർക്കറ്റിൽ പോയി വിപണനം ചെയ്ത് കൊണ്ടുവരുന്ന ആ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് കൺസ്യൂമർ സൊസൈറ്റിയുടെ കീഴിൽ സംഭവങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് അവർക്ക് വിതരണം ചെയ്യുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് അതിന്റെ എൻഷുർ അവൈലബിലിറ്റി ഓഫ് കൺസ്യൂമർ ഗുഡ്സ് അറ്റ് റിസണബിൾ പ്രൈസ്. റിസണബിൾ ആയിട്ടുള്ള പ്രൈസിൽ തന്നെ അവർക്ക് കൺസ്യൂമേഴ്സ് അതായത് അവിടെയുള്ള ജീവനക്കാർക്ക് ഒക്കെ എന്താണ് കേസ് ഒരു ബിസിനസ്മാനെ സംബന്ധിച്ച് അവിടെ ബിസിനസ് പർച്ചേസ് ചെയ്യാൻ വരുന്നവരൊക്കെയാണ് കസ്റ്റമേഴ്സ് അല്ലെ. അപ്പൊ എംപ്ലോയി സംബന്ധിച്ച് അവരുടെ ഓഫീസിലെ വർക്കറാണ് എംപ്ലോയി. ആ എംപ്ലോയി തന്നെയായിരിക്കും ഈ ബിസിനസ്മാന്റെ അല്ലെങ്കിൽ കോപ്പറേറ്റീവ് സൊസൈറ്റികളിൽ നിന്ന് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത് പോകുന്നത്. പക്ഷെ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ക്രെഡിറ്റ് കൺസ്യൂമർ സൊസൈറ്റീസ് ഒക്കെ അവർക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, നമുക്കറിയാം റീസണബിൾ ആയിട്ടുള്ള ഒരു അനുബന്ധിത പ്രൈസിന്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കും അവർക്ക് സപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെയാണോ? ഓക്കെയാണ്. ക്രെഡിറ്റ് സൊസൈറ്റീസ് ഇതും എന്താണ് ഇതൊക്കെ തന്നെ നമുക്ക് നോക്കാം. These are cooperative credit societies that are formed to make employees self-independent in matter of loan requirements rather than being compelled to borrow from money lenders at a high interest rates. Such societies are formed to ensure carefully use of money and employees. Okay. ചില ഇതാണെങ്കിൽ ക്രെഡിറ്റ് സൊസൈറ്റീസ് അത് അത്തരത്തിലുള്ള ഒരു ഇത് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് എന്തിനു വേണ്ടിയിട്ടാണ് അറേഞ്ച് ചെയ്തത്? സെൽഫായിട്ട് ഇൻഡിപെൻഡന്റ് ആയിട്ട് അല്ലെ എംപ്ലോയീസിന് സ്വതന്ത്രമായിട്ട് അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടിയിട്ടാണ്. rather than being compelled to borrow from money lenders at a high interest rate. അതായത് വലിയ പലിശക്ക് മണി ലെൻഡേഴ്സിൽ നിന്ന് കടം മേടിക്കുന്നതിന് പകരം അല്ലെ തീർച്ചയായിട്ടും മിതമായ നിരക്കിൽ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് such societies are formed to ensure careful use of money and among employees. തൊഴിലാളികളുടെ ഇടയിൽ എങ്ങനെയാണ് മണി സ്പെൻഡ് ചെയ്യേണ്ടതെന്ന് ഉറപ്പുവരുത്തുക അല്ലെ, നല്ല ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യാനായിട്ട്. നമുക്കറിയാം ഇപ്പൊ അഡീഷണൽ ആയിട്ട് കുറച്ച് ഫണ്ടൊക്കെ കിട്ടി, എന്തെങ്കിലുമൊക്കെ സാലറി ഇൻക്രിമെന്റും കാര്യങ്ങളൊക്കെ കിട്ടിയെങ്കിൽ അത് എന്താ ചെയ്യേണ്ടതെന്നുള്ളത് എല്ലാവർക്കും അറിയണമെന്നില്ല അല്ലെ. അപ്പൊ ഇൻ കേസ് അത് കൃത്യമായിട്ട് തന്നെ ഇൻഫോം ചെയ്ത് അല്ലെ കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അതിലേക്ക് കോൺസെൻട്രേഷൻ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള അറേഞ്ച്മെന്റ്സ് ഒക്കെ തൊഴിലാളികൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്നത്. അതാണ് പറയുന്നത് to ensure careful use of money and employees. ഓക്കെയാണോ? ശ്രദ്ധാപൂർവമുള്ള ഉപയോഗം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടാണ്. അയച്ചു നോക്കണോ? ലിസ്റ്റ് വായിച്ചു നോക്കാം.
ഓക്കെയല്ലേ? സൊസൈറ്റി ഓക്കെയാണോ? നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക, നമുക്ക് കയ്യിൽ കുറച്ച് പൈസ ഫിനാൻസ് ഉണ്ടെങ്കിൽ അത് ദുരുപയോഗം ചെയ്യാൻ സാധ്യതയുണ്ട് അല്ലെ. നമ്മളിപ്പോ കടമൊക്കെ മേടിക്കുമ്പോൾ ഒരുപാട് ഇൻട്രസ്റ്റ് പലിശയുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് കടം മേടിക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ് അല്ലെ. നമുക്ക് പലിശ അടയ്ക്കാൻ മാത്രം നേരം ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് ഇങ്ങനെ ക്രെഡിറ്റ് സൊസൈറ്റീസ് ഒക്കെ ഇവിടെ എംപ്ലോയർക്ക് വേണ്ടിയിട്ട് ലഭ്യമാക്കി കൊടുക്കുന്നത്. അപ്പൊ കുറഞ്ഞ പലിശ നിരക്കിൽ അവർക്ക് ഫണ്ട് നേടാനും സാധിക്കും, അതനുസരിച്ച് വിനിയോഗം ചെയ്യാനായിട്ട് സാധിക്കും. അത് മാത്രമല്ല, അമിതമായിട്ടുള്ള ഫണ്ട് ഉണ്ടെങ്കിൽ അവർക്ക് എന്താണ് എവിടെയെങ്കിലും നിക്ഷേപിക്കാനായിട്ടുള്ള ഒരു ഇത് കൂടി. കാരണം സച്ച് സൊസൈറ്റീസ് ആണ് ഫോർമുലേറ്റ് എൻഷുർ കെയർഫുൾ യൂസ് ഓഫ് മണി എമംഗ് എംപ്ലോയീസ്. നല്ല കെയർഫുൾ ആയിട്ടുള്ള ഉപയോഗം ക്രമീകരിക്കാനായിട്ട് അല്ലെ, അത് ക്രമീകരിക്കാനായിട്ടാണ് ഇത്തരത്തിലുള്ള സൊസൈറ്റികൾ അവര് കൈകാര്യം ചെയ്തു കൊടുക്കുന്നത്. ഓക്കെ, അങ്ങനല്ലേ? വീണ്ടും എംപ്ലോയി കൗൺസിലിംഗ്. എംപ്ലോയി കൗൺസിലിംഗ് എന്ന് പറയുന്നത് ഓർഗനൈസേഷൻസ് ഹയർ സർവീസ് of professional counselors for setting personal problems of employees. Employees having personal problems can easily approach these counselors for a crisis. ഓക്കെ, നമ്മൾ വലിയൊരു കമ്പനിയൊക്കെ ആവുമ്പോൾ ഒരുപാട് സ്ട്രെസ് ഒക്കെ കൂടിയ വർക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ചിലപ്പോൾ ഇന്ന സമയത്തൊക്കെ തെറ്റ് ചെയ്യണമെന്നുണ്ടാവാം, അല്ലെങ്കിൽ ചിലപ്പോൾ സീനിയേഴ്സിൽ നിന്നെല്ലാം വളരെ ഷോർട്ടും കാര്യങ്ങളൊക്കെ കേൾക്കണമെന്നുണ്ടാവാം. അങ്ങനെ വളരെയധികം സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുമ്പോൾ അവർക്കൊരു ഒരു മാനസികമായിട്ടുള്ള അസ്വസ്ഥതകൾ അനുഭവപ്പെടാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോ എന്താണ് തൊഴിലിടത്തിൽ തന്നെ ഇങ്ങനെ കൗൺസിലിംഗ് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കുമ്പോൾ അവർക്ക് തീർച്ചയായിട്ടും ആ ഒരു കൗൺസിലിങ്ങിലൂടെ തന്നെ അവർക്ക് അവരെ നിയന്ത്രിച്ച് എല്ലാം തന്നെ പൊരുത്തപ്പെട്ട് പോകാനൊക്കെ ചിലപ്പോൾ കുറച്ച് സമയം എടുക്കും അല്ലെ. എന്ത് ജോലിയാണ്, പ്രത്യേകിച്ച് പുതിയ ജോലിയൊക്കെ ആകുമ്പോൾ അവർക്ക് അതിനോടൊന്ന് പൊരുത്തപ്പെട്ട് എടുക്കാൻ കുറച്ച് ടൈം എടുക്കും. ആ ടൈമിനുള്ളിൽ അവർക്കൊരു കൗൺസിലിംഗ് ഒക്കെ കൊടുക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. അപ്പൊ ഇങ്ങനെയുള്ള അറേഞ്ച്മെന്റ്സ് അത് ചെയ്യാറുണ്ട്. തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് ചെയ്യാറുണ്ട്. ഒരു മിതമായ ഫീസിലൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഇങ്ങനെ അറേഞ്ച് ചെയ്തൊക്കെ കൊടുക്കുന്നത്. ചിലപ്പോൾ ഫ്രീ കൗൺസിലൊക്കെ ഉണ്ടാവാം. സച്ച് കൗൺസിലിംഗ് പ്രൊവൈഡ്സ് അപ്പൊ ഈസി ആയിട്ട് അവർക്ക് അവരുടെ പേഴ്സണൽ പ്രോബ്ലംസ് ഒക്കെ ഷെയർ ചെയ്യാം. സച്ച് കൗൺസിലിംഗ് പ്രൊവൈഡ്സ് മെന്റൽ പീസ് ആൻഡ് കംഫർട്ട് ടു എംപ്ലോയീസ്. നമുക്കറിയാം അവർക്ക് മാനസികമായിട്ട് സമാധാനം നേടിയെടുക്കാൻ സാധിക്കും, അതോടൊപ്പം തന്നെ സുഗമമായിട്ട് പോകാനായിട്ട് സാധിക്കും അല്ലെ. Promoting punctuality and professionalism and resulting in the improvement in habits like absenteeism and absent mindedness. ഓക്കെ, തീർച്ചയായിട്ടും നമുക്കറിയാം ഇങ്ങനെ അല്ലെ നല്ല രീതിയിൽ നമുക്കറിയാം ഒരു ഫ്രഷ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ ഇരിക്കുമ്പോൾ തളർന്നൊടിഞ്ഞ ഒരു രീതിയിലേക്ക് ആകുമ്പോഴേ അതിന് ബുദ്ധിമുട്ടാണ് അല്ലെ. നമ്മുടെ മൈൻഡ് ഒക്കെ ആണെങ്കിലാണ് നമുക്ക് കുറച്ചും കൂടി കംഫർട്ടായിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ പറയുന്ന ഒരു മെന്റൽ നമ്മുടെ മാനസികമായിട്ടൊരു സമാധാനം കിട്ടുന്നു. എംപ്ലോയിക്ക് ആണെങ്കിൽ കംഫോർട്ട് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കുന്നു. അങ്ങനെ വരുമ്പോഴെന്താണ് പങ്ക്ച്വാലിറ്റിയോട് കൂടിയിട്ട് അവർക്ക് കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും. അവരുടേതായിട്ടുള്ള തൊഴിലിടത്തില് അവർക്ക് നല്ല രീതിയിൽ ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. അത് മാത്രമല്ല ഹാബിറ്റ്സ് അവരുടെ ശീലങ്ങളിലൊക്കെ നല്ല കൃത്യതയൊക്കെ വരുത്താനായിട്ട് കൃത്യമായിട്ട് പങ്ക്ച്വലായിട്ട് വർക്ക് ചെയ്യാനും അതിൻ്റെതായിട്ടുള്ള ബെനിഫിറ്റ്സ് നേടിയെടുക്കാനൊക്കെ സാധിക്കും. അങ്ങനെ വരുമ്പോൾ അവര് ചെയ്യുന്ന ഡ്യൂട്ടിയിലും നല്ല പെർഫെക്ഷൻ ഉണ്ടാവും അല്ലെ. അത് മാത്രമല്ല അവർക്ക് ബോറിംഗ് ആയിട്ട് വരില്ല. ആ തൊഴിലിടത്തിൽ ബോറിംഗ് ആയിട്ട് വരാതെ തന്നെ അവർക്ക് ആബ്സെന്റിസം പോവാനായിട്ട് മടി കാണിക്കുന്ന ഒരു രീതിയൊക്കെ ഒഴിവാക്കി കിട്ടാനൊക്കെ സാധിക്കും. അപ്പൊ ഇത്തരത്തില് എംപ്ലോയിക്ക് വേണ്ടിയിട്ടാണ് ഈ കൗൺസിലിംഗ് കാര്യങ്ങളൊക്കെ എംപ്ലോയർ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത്. ആ സ്ട്രെസ് കുറയ്ക്കാനായിട്ട് മൈൻഡ് റിലാക്സ് ചെയ്ത് ഡ്യൂട്ടി സാറ്റിസ്ഫാക്ഷനോട് കൂടിയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ ആയിട്ടാണ് എംപ്ലോയർ എംപ്ലോയിക്ക് വേണ്ടിയിട്ട് കൗൺസിലിംഗ് ഒക്കെ അറേഞ്ച് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ? ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക. കൗൺസിലിംഗ് പ്രൊവൈഡ്സ് മെന്റൽ പീസ് ആൻഡ് കംഫർട്ട് ടു എംപ്ലോയീസ്. വിച്ച് പ്രൊവൈഡ്സ് മെന്റൽ പീസ് ആൻഡ് കംഫർട്ട് ടു എംപ്ലോയീസ് ഒക്കെ രീതിയിൽ കണ്ടു കഴിഞ്ഞാൽ ഓപ്ഷൻ നിങ്ങൾക്ക് നോക്കി തന്നെ ആൻസർ ക്ലിക്ക് ചെയ്യാൻ സാധിക്കും. ഓക്കെ അല്ലേ? കുഞ്ഞു പോയിന്റ്സ് അല്ലേ? നമുക്ക് പോകാലോ. ലീഗൽ അസിസ്റ്റൻസ്. ലീഗൽ അസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ നിയമപരമായിട്ട് എന്തെങ്കിലും അസിസ്റ്റൻസിന്റെ ആവശ്യകത എന്തെങ്കിലും തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് അതും ലഭ്യമാക്കുന്നു. Organization provide legal assistance to employees. So lawyers employed by the organization by hiring the service of external lawyers. Okay, നമുക്കറിയാം സർവീസുമായി ബന്ധപ്പെട്ടാണെങ്കിൽ കൂടി അവർക്ക് നിയമപരമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ടെങ്കിൽ നിയമപരിരക്ഷയൊക്കെ ലഭ്യമാക്കി കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ലീഗൽ അസിസ്റ്റൻസിനെ ലോയേഴ്സിനൊക്കെ നമുക്കറിയാം എന്താണെങ്കിലും ചില നിയമാവലികളുണ്ട് അല്ലെ. നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് മൂവ് ചെയ്യാൻ സാധിക്കുന്നത്.
ചിലപ്പോൾ ഒരുപക്ഷെ തൊഴിലാളികൾക്ക് തൊഴിലിന്റേതായിട്ടുള്ള നിയമാവശങ്ങളൊന്നും മനസ്സിലായിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ലോയേഴ്സിന്റെ ഹെൽപ്പ് ആവശ്യമായിട്ട് വരും അല്ലെ. അപ്പൊ അവര് കൃത്യമായിട്ട് തന്നെ വക്കീലന്മാര് അവരുടേതായിട്ടുള്ള കൃത്യമായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ പറഞ്ഞ് മനസ്സിലാക്കുന്നു. എന്നിട്ട് അതനുസരിച്ചിട്ട് അവർക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ പരിഹരിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. പിന്നെ ഹോളിഡേ ഹോംസ്, നമ്മൾ ക്വാർട്ടേഴ്സ് പറഞ്ഞു, അത് മാത്രമല്ലാത്ത ഹോളിഡേ ഹോംസുകൾ ഉണ്ട് അവിടെ. ലാർജ് ഓർഗനൈസേഷൻ സെറ്റപ്പ് ഹോളിഡേ ഹോംസ് ആയിട്ട് hilly areas or arrange for a contract accommodation in a health resource at organization cost for their employees to unwind, revitalize or just rest and resume their work with recharged zeal and enthusiasm. Okay, അതായത് നമ്മളിപ്പോ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഹില്ലി ഏരിയയിലൊക്കെ ആണെന്നാണ് പ്രത്യേകമായിട്ട് പറയുന്നത്. അതായത് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് നാട്ടിൽ നിന്ന് എന്താ പറയാ വീട്ടിലേക്ക് എത്താൻ തന്നെ ചിലപ്പോൾ കുറച്ച് സമയം എടുക്കും. ഒരു ദിവസമായിരിക്കും നമുക്ക് കിട്ടുന്ന ഗ്യാപ്പ് എന്ന് പറയുന്നത്. അപ്പൊ വീട്ടിലേക്ക് എത്തിപ്പെട്ട് നമ്മൾ തിരിച്ചു പോകുമ്പോഴേക്കും നമുക്ക് കിട്ടിയ ഗ്യാപ്പ് കൊണ്ട് യാതൊരു ഗുണം ഉണ്ടാവില്ല. ചിലപ്പോ വരുന്നത് പോകുന്നതും തമ്മിൽ ഒരു ടൈം വേരിയേഷൻ ഒന്നും ഉണ്ടാവില്ല. വന്ന് വീട്ടിൽ കയറുക, പിറ്റേ ദിവസം രാവിലെ തന്നെ പോവുക അല്ലെ. അപ്പൊ അവിടെ കുറച്ചും കൂടി ടയേർഡ് ആവാനായിട്ടുള്ള സാധ്യതയായിരിക്കും കൂടുതൽ. അപ്പൊ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ എന്താണ് അവർക്ക് വേണ്ടിയിട്ട് ഹോളിഡേ ഹോംസുകൾ വരും. അപ്പൊ ഇങ്ങനെ ആ ഒരു റെസ്റ്റ് കിട്ടുന്ന ആ ഒരു ദിവസം ഫ്രഷ് ആയിട്ട് കിടന്നുറങ്ങി റിലാക്സ് ചെയ്ത് പിറ്റേ ദിവസം ഡ്യൂട്ടിയിൽ പ്രവേശിക്കാൻ സാധിക്കുന്ന രീതിയിൽ അപ്പൊ അവർക്ക് ഇത്രയും ഉത്സാഹത്തോട് കൂടിയിട്ട് അവർക്ക് വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു സാഹചര്യങ്ങളാണ് അവിടെ ഒരുക്കി കൊടുക്കുന്നത്. എന്താണ് ഹോളിഡേ ഹോംസ് എന്ന പേരിലാണ് അത് കൃത്യമായിട്ട് എടുത്ത് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് മനസ്സിലാക്കി വെക്കുക എന്താണ് ഹോളിഡേ ഹോംസ് എന്നുള്ളത്. അതായത് ഹോളിഡേ ഹോംസ് എന്ന് പറയുന്നത് അറേഞ്ച് ഹില്ലി ഏരിയസിലൊക്കെ അക്കോമഡേഷൻ അറേഞ്ച് ചെയ്യുന്നതാണ്. എന്താണ് ഓർഗനൈസേഷന്റെ ചിലർ തന്നെ ചിലപ്പോൾ എംപ്ലോയിക്ക് വേണ്ടിയിട്ടായിരിക്കും അറേഞ്ച് ചെയ്യുന്നത്. ഇപ്പോ അവിടെ ഈ പറഞ്ഞ മഞ്ഞ് കാലങ്ങളോ അല്ലെങ്കിൽ കൂടുതലായിട്ട് പ്രദേശങ്ങളൊക്കെ ആവുമ്പോൾ അവർക്കൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു സ്ഥലം അല്ലെ, ഒരു സ്ഥലം അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് റെസ്റ്റ് ചെയ്തിട്ട് ഉത്സാഹത്തോടു കൂടിയിട്ട് ഡ്യൂട്ടിയിൽ പ്രവേശിക്കാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. ഇനി ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് കുഴപ്പമില്ലല്ലോ, ചെറിയ പോയിന്റ്സ് അല്ലേ, അയക്കേണ്ടതില്ലല്ലോ, കുഞ്ഞു കുഞ്ഞു പോയിന്റ്സ് അല്ലേ, അങ്ങനെ ചെയ്തോട്ടെ. ണോ? Okay, then next transportation facilities. Organizations provide pick and drop facilities to those employees who are not staying in the quarters of the organization. This will improve punctuality and reduce stress among employees. അപ്പൊ ഇൻ കേസ് നമുക്കറിയാം അവർക്ക് അല്ലെ തരത്തിലുള്ള ക്വാർട്ടേഴ്സ് ഒന്നും അറേഞ്ച് ചെയ്യാത്ത വീടുകളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് വന്നു പോകാനൊക്കെ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുമായിരിക്കും. അപ്പൊ എന്താണ് അവർക്ക് എന്തെങ്കിലും ട്രാവലിംഗ് എളുപ്പമാവാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ബസ് സർവീസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യും. ഒന്നിച്ച് അവർ കൊണ്ടുപോവുകയും തിരിച്ചു കൊണ്ടുവന്നാക്കുകയൊക്കെയാണ് ഇതിലൂടെ ചെയ്യുന്നത്. ഇങ്ങനെ വരുമ്പോൾ എന്താണ് അവർക്ക് പങ്ക്ച്വാലിറ്റി കീപ്പ് ചെയ്യാൻ സാധിക്കും അല്ലെ, കൃത്യസമയത്ത് ജോലിയിൽ പ്രവേശിക്കാനൊക്കെ സാധിക്കും. അത് മാത്രമല്ല ഒരുപാട് സ്ട്രെസ് ഒന്നും ഇല്ലാതെ റിലാക്സ് ചെയ്ത് അല്ലെ വണ്ടിയോ ഈ സമയത്ത് എത്താൻ പറ്റുമോ, ഈ ബസ് മിസ്സായി പോകുമോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ഒരു പേടിയും ഉത്കണ്ഠയൊന്നും ഇല്ലാതെ തന്നെ റിലാക്സ് ചെയ്തിട്ട് അവർക്ക് ഡ്യൂട്ടിയിലേക്ക് വരാനും പോകാനൊക്കെ ആയിട്ടുള്ള സൗകര്യങ്ങൾ ഈ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് വഴി അവർക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കും. തൊഴിലുടമ തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് ലഭ്യമാക്കി കൊടുക്കുന്നതാണ്. ക്ലിയറോ? നെക്സ്റ്റ് നോക്കാം വെൽഫെയർ സെക്ഷൻസ്. വെൽഫെയർ സെക്ഷൻസിൽ പറയുന്നത് some organizations establish welfare sections or departments manned by welfare officers to look into matters related to welfare benefits so as to enable effective implementation of welfare schemes initiated by the organization. Okay, അവിടെ തീർച്ചയായിട്ടും എന്താണ് ഓർഗനൈസേഷന് അല്ലെ കുറച്ചും കൂടി ആ ഓർഗനൈസേഷൻ ആണ് ഇനീഷ്യേറ്റീവ് ആയിട്ട് ഇത്തരത്തിലുള്ള വെൽഫെയർ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത്. അതായത് പ്രത്യേകിച്ച് നമുക്കറിയാം ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എനർജി കിട്ടാൻ വേണ്ടിട്ട് അല്ലെ തീർച്ചയായിട്ടും നമുക്ക് കുറച്ച് ക്ഷേമ പ്രവർത്തനങ്ങളൊക്കെ ലഭ്യമാക്കി കൊടുക്കുമ്പോൾ എന്താണ് അവര് കുറച്ചുകൂടി നല്ല ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യാനായിട്ട് സന്നദ്ധരാകും അല്ലെ. അപ്പൊ ക്ഷേമ പദ്ധതികളാണ് പ്രധാനമായിട്ട് നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും അവർക്ക് അതായത് തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് കൊടുക്കുന്നത്. ദിസ് ഈസ് 1 point contract based and hence employees do not have to run from a pillar to post to solve any of their welfare related problems. ഓക്കെ, ഇപ്പൊ എന്തെങ്കിലും ക്ഷേമ പ്രവർത്തികൾ വേണമെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഇടനിലക്കാരനായിട്ട് എംപ്ലോയർ തന്നെ അവർക്ക് വേണ്ടിയിട്ട് ലഭ്യമാക്കി കൊടുക്കുന്നതാണ്.
ഇൻ കേസ് അതില് പ്രധാനമായിട്ട് പറയുന്നുണ്ട് ക്ഷേമ പ്രവർത്തികൾ എന്ന് പറയുമ്പോൾ എന്താണ് അവർക്ക് വേണമെങ്കിൽ ചിലപ്പോൾ എൻജോയ്മെന്റ് എന്റർടൈൻമെന്റ് പ്രോഗ്രാംസുകളൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കാം. അതില് ഇവിടെ പറയുന്നുണ്ട് താഴേക്ക് നോക്കാം പിക്നിക്സ് ആൻഡ് പാർട്ടീസ്. അതിൽ വേറൊരു പോയിന്റ് ആണ് പിക്നിക്സ് ആൻഡ് പാർട്ടീസ്. വൺസ് ഓർ ട്വൈസ് ഇൻ എ ഇയർ organization arrange staff picnics or celebrate birthday parties of employees, festival days or celebrate milestone achieved by the organization. In case അല്ലെ അവരുടെ ഒരു നന്നായിട്ട് പ്രൊജക്റ്റ് ഒക്കെ അവർക്ക് ചെയ്യാൻ പറ്റിയെങ്കിൽ അല്ലെ അതൊക്കെ ഒന്ന് അവര് ആഘോഷിക്കും, അല്ലെങ്കിൽ ഫെസ്റ്റിവൽ ഡേയ്സ് ആഘോഷിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ പ്രത്യേക അല്ലെ ഓരോരുത്തരുടെ എംപ്ലോയീസിന്റെ ഒക്കെ ബർത്ത്ഡേ പാർട്ടികളൊക്കെ അല്ലെങ്കിൽ എന്താണ് ഒരു പിക്നിക് ഒക്കെ അറേഞ്ച് ചെയ്തു. അപ്പൊ എംപ്ലോയീസിന്റെ ഒരു മെന്റലി അവർക്ക് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന കണ്ടീഷൻസ് ഒക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നതും തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് അവരുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നതാണ്. പിക്നിക്സ് ആൻഡ് പാർട്ടീസ് പ്രൊമോട്ട് കോർഡിനേഷൻ കോപ്പറേഷൻ ആൻഡ് ബോണ്ടിങ് എമംഗ് എംപ്ലോയീസ്. നമുക്കറിയാം ഇത്തരത്തില് പിക്നിക്കും പാർട്ടികളൊക്കെ അറേഞ്ച് ചെയ്യുമ്പോൾ എല്ലാം അവിടെ പരസ്പരം എംപ്ലോയികൾ തമ്മിൽ നല്ലൊരു ബന്ധം സ്ഥാപിക്കാനായിട്ടും അല്ലെ നല്ലൊരു ഒത്തൊരുമയോടുകൂടിയിട്ട് പ്രവർത്തിക്കാനായിട്ടും എല്ലാവരും കോപ്പറേറ്റീവ് ആയിട്ട് മുന്നോട്ട് പോകാനൊക്കെ ആയിട്ടുള്ള ഒരു അന്തരീക്ഷങ്ങളാണ് അവിടെ ലഭ്യമാകുന്നത്. തീർച്ചയായിട്ടും അത് പിന്നീടാണെങ്കിലും ആ ബിസിനസ്സിന് അല്ലെ ഗുണമേന്മ വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും. കാരണം എല്ലാവർക്കും ഒറ്റക്കെട്ടായിട്ട് നിന്ന് വർക്കുകളൊക്കെ നന്നായിട്ട് കൈകാര്യം ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും എന്നുള്ളതാണ്. അതായത് ഒരു പോയിന്റ് കൂടെ ഉണ്ട്, നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ആണോ? ഞാൻ വളരെ ബുദ്ധിമുട്ടേറിയ പോയിന്റ്സ് ഒക്കെ വളരെ സ്ലോ ആയിട്ട് തന്നെയാ പറഞ്ഞു പോയത്. ഇതൊക്കെ സിമ്പിൾ ആയതുകൊണ്ടാണ് അത്ര സ്പീഡിൽ വിട്ടത്. കുഴപ്പമില്ലല്ലോ? ആണോ? ടച്ച് ചെയ്തോ? ആണോ? അവിടെ ഇങ്ങനെ ഡൗട്ട് ഉണ്ടോ? അപ്പോ നെക്സ്റ്റ് ഡേ വരുമ്പോ നിങ്ങൾ വായിച്ചിട്ട് വരിക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ക്ലിയർ ആണെന്ന് പറയുന്നുണ്ട്. എങ്കിലും വായിച്ചിട്ട് വരിക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.